അത് നമുക്ക് തുടക്കല്ലേ? അപ്പോൾ ഇന്ന് ഇന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെറിയൊരു തോതിൽ നമ്മൾ ആദ്യത്തെ 500 കൊല്ലത്തിനുള്ളിൽ നമ്മൾ യാക്കോബായ സഭയുടെ അല്ലെങ്കിൽ നമ്മുടെ യാക്കോബ് ബുർദാന എന്ന് പറയുന്ന ഒരു പുരോഹിതനായിട്ടുള്ള ഒരു നോൺ കാൽസിഡോണിയൻ കൽക്കദൂൻ അംഗീകരിക്കാത്ത ഒരു പുരോഹിതനാൽ തെയോഡോറ രാജ്ഞി 544 543 സ്ഥാപിച്ച യാക്കോബായ സഭ ആദ്യത്തെ 500 കൊല്ലം അവരുടെ എന്തെങ്കിലും ട്രേസസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ 500 കൊല്ലം എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് ചർച്ച് ഹിസ്റ്ററി, അപ്പോസ്റ്റോളിക് ചർച്ച് ഫാദേഴ്സ്, ആദ്യത്തെ പ്രീ നൈസീൻ കൗൺസിൽസ്, നിക്കിയ കൗൺസിൽ, നിക്കിയയ്ക്ക് ശേഷം ചെറിയ കൗൺസിൽസ്, കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിൽ, എഫെസസ്. അപ്പോൾ ഇതിനകത്ത് മെയിൻ ഇവന്റ്സ് വരുന്നത് പിന്നെ എഫെസസ് കഴിഞ്ഞാൽ കൽക്കദൂൻ സുനഹദോസ് വരുന്നുണ്ട്. അപ്പോൾ കൽക്കദൂൻ സുനഹദോസ് എന്ന് പറയുമ്പോൾ 451. അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കോൺസ്റ്റാന്റിനോപ്പിൾ അവിടെ ഇവിടെയൊക്കെ ഹെനോട്ടിക്കോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്, ഒരു രാജാവിൻ്റെ ഒരു എഗ്രിമെന്റ് സംതിങ്. അത് തീരുന്നോട് കൂടിയിട്ട് ആ 500 കൊല്ലം, ഫസ്റ്റ് 500 കൊല്ലം ഇതാണ്. അപ്പൊ ഈ പർട്ടിക്കുലർ മെയിൻ കഥാനായകന്മാരാരും ഇപ്പൊ ഈ നമ്മൾ സെവറിയോസ് ആയാലും നമ്മുടെ ജേക്കബ് ബുർദാന, ഇവരാരും ഈ കാലഘട്ടത്തിലൊന്നും ഇവർ വരുന്നില്ല. അതിന് ശേഷമാണ് വരുന്നത്, 500-ന് ശേഷമാണ് അവർ വരുന്നത്. എന്നാലും നമ്മൾ ഈ 500 കൊല്ലം നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രേസ് ബാക്ക് ചെയ്യാണ്, ജസ്റ്റ് ഒന്ന് സ്പീഡിലി നമ്മളൊന്ന് പോയി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാണ്. അവരുടെ എന്തെങ്കിലും ഈ അന്ത്യോക്യൻ പാരമ്പര്യം, അന്ത്യോക്യൻ ലിറ്റർജി, സുറിയാനി ഭാഷ, വെസ്റ്റ് സിറിയക്ക് ഭാഷ, ഇതിന്റെ എന്തെങ്കിലുമൊക്കെ ട്രേസസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ബെഞ്ചി ഇപ്പൊ തുടങ്ങും. അപ്പൊ ബെഞ്ചി ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തുടങ്ങിയിട്ട് നമുക്ക് പിന്നെ ഡീപ്പ് ഡൈവ് ചെയ്യാം ടോപ്പിക്കിലേക്ക്. ഓക്കെ, ബെഞ്ചി പ്രോ റെഡി അല്ലേ? റെഡി കേൾക്കാമല്ലോ അല്ലേ? പറഞ്ഞ പോലെ യാക്കോബയ സഭയുടെ അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു കൂട്ടത്തിന്റെ എന്തെങ്കിലും എവിഡൻസസ് അവർ ഈ ആദ്യത്തെ 500 വർഷത്തിൽ അവർ ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ ചകഞ്ഞു നോക്കി. ശരിക്കും നല്ല രീതിയിൽ ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ഡിഗ് ചെയ്ത് നോക്കി. അതിനതിൽ നമുക്കൊന്നുമേ കാണാൻ സാധിച്ചെന്നുള്ളത് യാഥാർത്ഥ്യം. അതൊരു വളരെ ഖേദപൂർവ്വം ഞങ്ങൾ എല്ലാവരോടും അറിയിക്കുകയാണ്. കാരണം ഈ 1500 വർഷത്തിൽ ഇവരുടെ ചരിത്രം കാണാനേ ഇല്ല. ഇവരെവിടെ പോയെന്ന് അറിയത്തില്ല. ഇവര് പണ്ടേ ഉണ്ടെന്നാ പറയുന്നത്, പക്ഷെ ഇവരവിടെ ഇല്ല. ഇവരെ കാണാനില്ല. ഇവർ ഒരു ചരിത്രവും കാണാനില്ല. അപ്പം ഈ 1500 വർഷത്തെ ചരിത്രം നമ്മൾ ഇവരെ കണ്ടില്ലേലും നമ്മൾ ശരിക്കും പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവരുടെ യാക്കോബായ ചരിത്രമാണ്. അപ്പൊ പിന്നെ ഈ 1500 വർഷത്തെ കാര്യം പറയാതെ നമുക്ക് യാക്കോബായ ചരിത്രത്തിലേക്ക് കടക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഈ യഥാർത്ഥ സഭയുടെ, അതായത് കർത്താവായ യേശുക്രിസ്തു സ്ഥാപിച്ച സഭയുടെ ആ ചരിത്രം പറഞ്ഞു തന്നെ നമുക്ക് തുടങ്ങണമല്ലോ. അപ്പൊ ഈ 1500 വർഷം, ആദ്യത്തെ 500 വർഷത്തെ കാലഘട്ടങ്ങൾ എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു ബ്രീഫ് ആയിട്ടൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് ഞാൻ പറഞ്ഞു തുടങ്ങാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം, മരണം, ഉത്ഥാനം, ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ ശിഷ്യന്മാരോട് പ്രത്യക്ഷപ്പെട്ട് അവർക്ക് സകല അധികാരങ്ങളും കൊടുത്തുകൊണ്ട് കർത്താവ് സ്വർഗാരോഹണം ചെയ്തു. അതിനുശേഷം ശിഷ്യന്മാർ കൂടി വന്ന് അവർ മത്യാസിനെ ചീട്ടിട്ട് തെരഞ്ഞെടുത്തു. അതിനകത്തിൽ 12 പേരിൽ ഒരുവനായിട്ട് അദ്ദേഹത്തെ എണ്ണി എന്ന് നമ്മൾ കാണുന്നു. 12 പേരിൽ ഒരുവനായിട്ട് മത്യാസിനെ എണ്ണി. അങ്ങനെയാണ് സഭയുടെ ഒരു തുടക്കം കാണുന്നത്. അവരോട് കർത്താവ് പ്രത്യേകം ഇൻസ്ട്രക്ട് ചെയ്തതാണ് യെരുശലേമിൽ വിട്ടുപോകരുത്, കാരണം പരിശുദ്ധാത്മാവ് വരണം എന്നുള്ള കാര്യത്തിൽ. അവര് യെരുശലേമിൽ ഒരുമിച്ച് പാർത്തു. അങ്ങനെ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു എന്നുള്ളത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അങ്ങനെ പത്രോസിന്റെ ആദ്യത്തെ പ്രസംഗമാണ് സഭയുടെ ഒരു പ്രധാന ഭാഗമായിട്ട് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ആ ഒരു പ്രസംഗത്തിന് ശേഷം അവര് കൂടി വന്നിരുന്നത് 120 പേരായിരുന്നു. അപ്പോസ്തലന്മാരും മാതാവും ബാക്കി ഉണ്ടായിരുന്ന 70 ശിഷ്യന്മാരും ഒക്കെ എല്ലാവരോട് ചേർന്ന് 120 പേരായിരുന്നു അന്ന് കൂടി വന്നിരുന്നത്. അവരുടെ കൂടെ അവരോട് ചേർന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അവരോട് ചേർത്തു. എങ്ങനെ ചേർത്തു? സ്നാനത്തിലൂടെ. പത്രോസ് പ്രധാനമായിട്ട് പറയുന്നുണ്ട്, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിൽ ഓരോരുത്തർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽപ്പിൻ, എന്നാൽ പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അങ്ങനെ സ്നാനപ്പെട്ട് സഭയോട് ചേർന്ന 3000 പേരെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. അപ്പൊ ആദ്യം സഭ 120 പേരായിരുന്നു, 3000-മായി. അങ്ങനെ സഭ വളരെ റാപ്പിഡായിട്ട് വളർന്നുകൊണ്ടിരുന്ന ഒരു ചരിത്രമാണ് അപ്പോസ്തലപ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്നത്. ആദ്യമായിട്ട് ശമരിയായി എന്നുള്ള മറ്റൊരു, എന്ന് പറഞ്ഞാൽ യഹൂദന്മാരിൽ നിന്നും അവരുമായിട്ട് ബന്ധമുള്ള മറ്റൊരു ഭാഗം
ത്തിൽ നിന്നും ആൾക്കാരെ സഭയിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിലിപ്പോസ് പോയി സ്നാനപ്പെടുത്തുന്നത്. പക്ഷെ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നില്ല. പിന്നീട് പത്രോസും യാക്കോബും യോഹന്നാൻ ചെന്ന് അവരുടെ മേൽ കൈവച്ചു. അങ്ങനെ അവർക്ക് പരിശുദ്ധാത്മാവ് വന്നു. അവരും സഭയുടെ ഭാഗമായി വരുന്നതായിട്ട് കാണാം. പിന്നീട് ജാതികളിൽ നിന്നും ഉള്ള ആൾക്കാരെ സഭയിലേക്ക് ചേർക്കുന്നത് ആദ്യമായിട്ട് കൊർന്നല്യോസിലൂടെയാണ്. കൊർന്നല്യോസാണ് ആദ്യമായിട്ട് ജാതികളിൽ നിന്ന് ഒരു വ്യക്തിയായിട്ട് അദ്ദേഹത്തിന്റെ ഹൗസ് ഹോൾഡും സഭയിലേക്ക് കടന്നു വരുന്നത്. അതിന് കർത്താവിന് നേരിട്ടുള്ള ഇടപെടലാണ് കാണുന്നത്. പത്രോസിന് ദുപ്പട്ടി ഇറക്കി കൊടുത്തു. പ്രത്യേകമായിട്ട് അവരെ അറക്കപ്പെട്ടവരും വെറുക്കപ്പെട്ടവരും ഈ അൺക്ലീൻ ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ് കണ്ടിരുന്നത്. അതിൽ നിന്നും കർത്താവ് ഞാൻ അവരെ വിശുദ്ധീകരിച്ചിരിക്കുന്നു എന്നുള്ള കർത്താവിന്റെ ആ വെളിപ്പാട് പത്രോസിലേക്ക് ഉണ്ടാകുകയും പത്രോസ് അവിടെ ചെല്ലുകയും അങ്ങനെ ജാതികളും സഭയുടെ ഭാഗമായി തീർന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. പിന്നീടാണ് പൗലോസ്ലിഹ സഭയിലേക്ക് കടന്നു വരുന്നത്. ദമസ്കോസിന്റെ പടിവാതിൽക്ക് വെച്ച് കർത്താവുമായിട്ടുള്ള കർത്താവ് പ്രത്യക്ഷപ്പെട്ടു പൗലോസ്ലിഹയ്ക്ക്. അങ്ങനെ പൗലോസ്ലിഹ വന്നതോടെയാണ് കൂടുതലായിട്ട് ജാതികളുടെ അപ്പോസ്തലൻ എന്ന നിലയിലേക്കാണ് പൗലോസ്ലിഹ പിന്നീട് അറിയപ്പെട്ടത്. അങ്ങനെയാണ് സഭയുടെ ഒരു ശൈശവം എന്നുള്ളത്. അവിടെ ആദ്യമായിട്ട് നമ്മളൊരു കൗൺസിൽ കൂടുന്നത് കാണുന്നുണ്ട്, കൗൺസിൽ ഓഫ് ജെറുസലേം. അവിടെ പ്രത്യേകിച്ച് ജാതികളിൽ നിന്ന് വരുന്നവർ യഹൂദന്മാരായിട്ട് വേണം, അവർ സർക്കംസൈസ് ചെയ്യണോ, യഹൂദ പാരമ്പര്യത്തിലേക്ക് അവർ കടന്നു വന്നിട്ട് വേണോ ക്രിസ്ത്യാനിയാകാൻ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉണ്ടായിരുന്നു. ആ ചോദ്യത്തിന് അങ്ങനെ വേണ്ട, ആവശ്യമില്ല, അധിക ഭാരം അവരുടെ മേൽ ചുമത്തരുത് എന്നുള്ള തീരുമാനത്തിലേക്ക് വരികയും അങ്ങനെ ആദ്യത്തെ ഒരു കൗൺസിൽ എന്ന് പറഞ്ഞ ഒരു അപ്പസ്റ്റോളിക് സഭയാണ് നമ്മളവിടെ കാണുന്നത്. പത്രോസ് ആണ് പ്രധാനമായിട്ടും അവിടെ എഴുന്നേറ്റ് ഭയങ്കരമായ വാഗ്വാദങ്ങളൊക്കെ, പ്രത്യേകിച്ച് പൗലോസും ബർന്നബാസും ഒക്കെ വാഗ്വാദത്തിലേക്ക് ഏർപ്പെട്ട സമയത്ത് അവിടെ രണ്ട് വിഭാഗങ്ങൾ തന്നെ ഉണ്ടായിരുന്നു. അതായത് യഹൂദന്മാരുടെ പക്ഷമുള്ള അഗ്രചർമ്മകൾക്കെതിരായിട്ട് ചിന്തിക്കുന്ന ഒരു പക്ഷം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സർക്കംസൈസ്ഡ് ആയിട്ടുള്ള അൺസർക്കംസൈസ്ഡ് ഉള്ള ആൾക്കാരും ഉണ്ട്. അപ്പൊ ഈ രണ്ട് വിഭാഗം തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ അവിടെ കാണുന്നത്. പക്ഷെ പത്രോസ് എഴുന്നേറ്റ് പ്രസംഗിക്കുകയും ആ പ്രസംഗത്തിന് അനുകൂലമായിട്ട് പിന്നീട് അഗ്രചർമ്മകൾക്കെതിരായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന യെരുശലേമിലെ സഭയുടെ അധ്യക്ഷനായിരുന്ന യൂദ, അദ്ദേഹം സെയിന്റ് ജെയിംസ് അദ്ദേഹം എഴുന്നേറ്റ് പത്രോസ് പറഞ്ഞത് തന്നെ അത് തന്നെ അപ്ഹോൾഡ് ചെയ്തുകൊണ്ട് അങ്ങനെ സഭയുടെ തീരുമാനമായിട്ട് എടുക്കുക അവിടെ ചെയ്യുന്നത്. അങ്ങനെയാണ് യെരുശലേം സിനോദോസ് നമ്മൾ കാണുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്പ്രെഡാണ്. പൗലോസ്ലീഹയുടെ ഒരു സുവിശേഷീകരണം അല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനം, മിഷണറി യാത്രകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഇപ്പം ലൂക്കോസ് എന്ന് പറഞ്ഞാൽ പൗലോസ്ലീഹയുടെ ശിഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ പൗലോസിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ അദ്ദേഹം പൗലോസുമായിട്ട് ചേർന്നുള്ള യാത്രകൾ നടത്തിയ കാര്യങ്ങളൊക്കെ ചേർത്താണ് കൂടുതൽ അപ്പോസ്തല പ്രവൃത്തി എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി മാത്രമല്ല അന്നത്തെ ഒരു സഭയുടെ ഒരു ബേസിക്സ്, അന്നത്തെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോസ്തല പ്രവൃത്തി മാത്രം പോയ സഭയുടെ ട്രഡീഷൻസും മറ്റ് റൈറ്റിംഗ്സ്, സെക്രട്ട് റൈറ്റിംഗ്സ് ഒക്കെ മനസ്സിലാക്കിയാൽ ചരിത്രം പഠിച്ചാൽ നമ്മൾ കൂടുതൽ മനസ്സിലാകും. പക്ഷേ ഏറ്റവും വളരെ ബ്രീഫായിട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിംഗ് ആണ് ഇവിടെ കാണുന്നത്. അങ്ങനെ പൗലോസ്ലീഹയുടെ മിഷണറി യാത്രയുമായിട്ട് ബന്ധപ്പെട്ടാണ് പിന്നീട് അപ്പോസ്തല പ്രവൃത്തി കാണുന്നതെങ്കിലും അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തല പ്രവൃത്തിയിൽ അവസാനിക്കുന്നതായിട്ട് കാണുന്നില്ല. അത് ഒരു ഓപ്പൺ ആയിട്ടാണ്. അവിടെ പ്രവർത്തനം വീണ്ടും തുടരുന്ന അർത്ഥത്തിലാണ് അവസാനം എൻഡ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എൻഡ് ചെയ്യുന്നത് തന്നെ പൗലോസ്ലീഹ റോമിൽ ചെല്ലുന്നതോടെയാണ് ഈ അപ്പോസ്തല പ്രവൃത്തിയുടെ അവസാന ഭാഗമായിട്ട് നമ്മൾ കാണുന്നത്. അപ്പൊ അപ്പോസ്തല പ്രവൃത്തി റോമിൽ ചെല്ലുന്നതിന് അപ്പോസ്തലനായ പൗലോസ് റോമിൽ ചെല്ലുന്നതിന് മുമ്പെയാണ് റോമർക്ക് എഴുതിയ ലേഖനം പൗലോസ്ലീഹ എഴുതിയിരിക്കുന്നത്. അവിടെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വ്യക്തമായിട്ട് പറയുന്നത്, ഞാൻ നിങ്ങളുടെ ഇടയ്ക്ക് വരാനായിട്ട് താമസിച്ചു, എനിക്ക് വരണമെന്ന് ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഈ റോമാലേഖനം 1-ാം അധ്യായം നമ്മൾ കാണുമ്പോൾ അവിടെ വളരെ മുക്തകണ്ഠം ഈ റോമയിലുള്ള ജനങ്ങളെ, അവിടെയുള്ള സഭയെ പ്രശംസിക്കുന്നുണ്ട്. അപ്പൊ 2-3 വാക്ക് ഞാൻ വായിക്കാം. റോമയിലുള്ള ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരും വിളിക്കപ്പെട്ടവരായ വിശുദ്ധരമായ എല്ലാവർക്കും എഴുതുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വിശ്വാസം സർവ്വലോകത്തും പ്രസിദ്ധമായിരിക്കുന്നതിനാൽ ഞാൻ ആദ്യം തന്നെ എന്റെ ദൈവത്തിന് ക്രിസ്തുയേശു മുഖാന്തരം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി സ്തോത്രം ചെയ്തു. അപ്പം വളരെ പ്രശംസിക്കുന്ന ഭാഗമാണ് 1-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ റോമാലേഖനം എഴുതുമ്പോൾ അവസാന അധ്യായത്തിലൊക്കെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നത് താമസിച്ചു, കാരണം സുവിശേഷം അറിയാത്ത മറ്റു ഇടങ്ങളിലേക്ക് ഈ പറയുന്ന സുവിശേഷം എത്തണം എന്നുള്ള ആഗ്രഹമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. മാത്രമല്ല അതിനകത്ത് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്, അതായത് മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകം പൗലോസ്ലീഹ തന്നെ എഫെസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അപ്പോസ്തലന്മാരാണ് സഭയുടെ അടിസ്ഥാനം എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പം മറ്റൊരുവന്റെ അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെട്ട റോമാസഭ എന്ന് പറയുമ്പോൾ ആ ഒരു അടിസ്ഥാനം എന്നുള്ളത് പത്രോസ്ലീഹ മാത്രമാണ് ചരിത്രത്തിൽ ഒരു ക്ലെയിം ഉള്ളത്. പത്രോസ്ലീഹ മുഖാന്തരമാണ് റോമാസഭ സ്ഥാപിതമായത്.
അവിടെ 25ഓളം വർഷം പത്രോസ്ലിഹ റോമിൽ ഉണ്ടായിരുന്നുള്ളതും, പിൽക്കാലത്ത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി അവസാനത്തിൽ കാണുന്ന പോലെ പൗലോസ്ലിഹയും റോമിൽ ചെല്ലുന്നതാണ്. അങ്ങനെ പത്രോസും പൗലോസും ഒരുമിച്ച് ഈ രണ്ട് അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങൾ നടന്ന റോമാസഭയാണ് പിന്നെ കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരേ കാലഘട്ടത്തിൽ അടുത്തടുത്ത നാളുകളിൽ തന്നെ അവർ രണ്ടുപേരും കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതും ചരിത്രത്തിലെ ഒരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ അങ്ങനെ ഈ അപ്പോസ്തല പ്രവൃത്തി അപ്പോസ്തലന്മാരുടെ ഒരു കാലഘട്ടം, ക്രിസ്തുവിന്റെയും താൻ നേരിട്ട് താൻ കൈവപ്പ് കൊടുത്ത് അയച്ച അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അപ്പോസ്റ്റോളിക് ഫാദേഴ്സ് എന്നുള്ള കാലഘട്ടമാണ്. പ്രത്യേകിച്ച് അതിൽ ഒന്നാമനായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ക്ലെമന്റ് ഓഫ് റോം ആണ്. പോപ്പ് ക്ലെമന്റ്. അദ്ദേഹം പത്രോസിന് ശേഷം ലിനസ്, അതിനുശേഷം അനാക്ലീറ്റസ്, അതിനുശേഷമുള്ള വ്യക്തിയാണ്. നാലാമത് വന്ന വ്യക്തിയാണ്. പത്രോസിന് ശേഷം മൂന്നാമത്തെ വ്യക്തിയാണ് ക്ലെമന്റ് ഓഫ് റോം എന്നുള്ളത്. അദ്ദേഹത്തെയാണ് ഒന്നാമത്തെ അപ്പസ്തോലിക് ഫാദറായിട്ട് കാണുന്നത്. പിന്നീട് ആ കാലഘട്ടത്തിൽ തന്നെ അദ്ദേഹത്തിന് ശേഷം കാണുന്ന വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. അതുപോലെ തന്നെ പോളികാർപ്പും ഇഗ്നേഷ്യസും ഒക്കെ യോഹന്നാൻ ശ്ലീഹയുടെ ശിഷ്യന്മാരായിരുന്നു. അപ്പം ഈ ക്ലെമന്റിനെ പറ്റി ഫിലിപ്പിയർ 4:4 പൗലോസ്ലിഹ പറയുന്നുണ്ട്. തന്റെ കൂടെയുള്ള ഈ ക്ലെമന്റിനെ പറ്റി മെൻഷൻ ചെയ്യുന്നത്. അപ്പം ബൈബിളിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ബിഷപ്പ് ഓഫ് റോം ആയിരുന്നു, അല്ലെങ്കിൽ പോപ്പായിരുന്നു ക്ലെമന്റ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ ഈ അപ്പോസ്റ്റോലിക് ഫാദേഴ്സിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് അപ്പോസ്റ്റലന്മാരുടെ അതേ അധികാരത്തോടെ തന്നെയായിരുന്നു ഇവരുടെ പ്രവർത്തനം എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഈ പ്രത്യേകിച്ച് ഈ ഈ ക്ലെമന്റിന്റെ കൊരിന്ത്യർക്ക് എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ നമ്മൾ വായിച്ചാൽ അത് സഭയുടെ ഏറ്റവും സീക്രട്ട് റൈറ്റിംഗ്സ് ആയിട്ട് നമ്മൾ കാണുന്നതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമുണ്ട്. അതിനകത്തിൽ പൗലോസ് നമ്മൾ മറ്റു സഭകൾക്ക് എങ്ങനെ വളരെ ശക്തമായിട്ടുള്ള കമാൻഡ്മെന്റ്സ് കൊടുക്കുന്ന അതേ നിലവാരത്തിലാണ് ഈ ക്ലെമന്റ് ഓഫ് റോമയുടെ നാലാമത്തെ പോപ്പ് അദ്ദേഹം അവിടെ എഴുതുന്നത്, ആ സഭയ്ക്ക് എഴുതുന്നതും പ്രത്യേകിച്ച് അവർക്ക് പ്രത്യേകമായ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. അപ്പം ഈ കൊരിന്ത്യ സഭ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ, ഇത് ഗ്രീക്ക് ഒരു സ്ഥലമായിരുന്നു. ടർക്കിയുടെ ആ ഭാഗത്തുള്ളതാണ്. അപ്പം ഗ്രീസിലെ സ്ഥലമാണ്. അപ്പൊ ഈ കൊരിന്ത്യൻസ് എന്ന് പറയുമ്പോൾ ഈ റോമിൽ നിന്നും കൊരിന്ത്യർക്ക് എഴുതുകയാണ്. മനസ്സിലായി? രണ്ട് സ്ഥലമാണ് ഓർത്തുണ്ട്. അപ്പൊ നമ്മള് റോമായിൽ നിന്നും അധികാരം എക്സേർട്ട് ചെയ്യുന്നത് ഈ പറഞ്ഞ ഏറ്റവും AD 100 മുമ്പ് തന്നെ. ഈ എപ്പിസിൽ എഴുതപ്പെട്ടത് AD 90 ശേഷമാണ്. 95, 96 എന്നൊക്കെ പറയുന്ന കാലഘട്ടത്തിലാണ് ഈ ആദ്യത്തെ എപ്പിസിൽ തന്നെ എഴുതുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ തന്നെ അവിടുന്ന് റോമിൽ നിന്നും കൊരിന്ത്യ സഭയിലേക്ക് ഇൻസ്ട്രക്ഷൻ അയക്കുന്നത്. ഇൻസ്ട്രക്ഷൻ പറഞ്ഞാൽ സാധാരണ ഇൻസ്ട്രക്ഷൻ അല്ല. അവിടെ ഉണ്ടായിരുന്ന വിഷയങ്ങളുണ്ട്. പ്രത്യേകിച്ച് അവിടെ ഒന്ന് രണ്ട് ഇവിടുത്തെ പ്രിസ്പിറ്റേഴ്സിന് അല്ലെങ്കിൽ പ്രീസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരെ മാറ്റി എന്നുള്ള വിഷയങ്ങളുണ്ടായിരുന്നു. ആ വിഷയത്തിൽ ഇവിടുന്ന് കുറെ ആൾക്കാരെ അയക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതിന്റെ 59ാമത്തെ അധ്യായത്തില് ഈ ഇദ്ദേഹത്തിന്റെ ഇൻസ്ട്രക്ഷൻസ് നിഷേധിക്കുന്ന പക്ഷം വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെ പറ്റിയുള്ള വാണിങ്ങും വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തില് 61 നിങ്ങൾ അതിൻ്റെ ഈ എപ്പിസോഡിന്റെ 61 പിന്നെ 65 ഒക്കെ വായിക്കുവാണെങ്കിൽ അവിടെ വളരെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ എങ്ങനെ ഇത് നടപ്പിലാക്കണമെന്നുള്ള കാര്യവും ഇവിടുന്ന് ഒരു ഡെലിഗേറ്റ്സിനെ അയക്കുന്നുണ്ട്. അവർ പറയുന്ന പോലെ ദേ ആർ ഓൾറെഡി ഓതറൈസ്ഡ്, അവർ ഓതറൈസ് ചെയ്തിരിക്കുന്നു, അവർ പറയുന്നത് അനുസരിക്കണം, അവർ പറയുന്നതിന് വിരുദ്ധമായിട്ട് ചെയ്യുന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് ഈ എപ്പിസോഡിൽ തന്നെ പറയുന്നുണ്ട്. അപ്പം പേപ്പൽ പ്രൈമസി എന്താണെന്നും പേപ്പലിന്റെ അധികാരം എന്താണെന്നുള്ളതും ഈ ഒരൊറ്റ ഇതിനകത്ത് തന്നെ നമുക്ക് വളരെ ശക്തമായിട്ട് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അതാണ് ഈ ക്ലെമന്റ് ചെറിയൊരു ഇത് ബെഞ്ചി ബ്രദറെ, ഒരു ചെറിയ ഡൗട്ട്. ഈ കാലഘട്ടത്തില് യോഹന്നാൻ സ്ലീഹ ജീവിച്ചിരിപ്പുള്ള ഒരു കാലഘട്ടമല്ലേ? തീർച്ചയായിട്ടും ആ കാലഘട്ടം നമ്മുടെ യോഹന്നാൻ അപ്പോസ്തലൻ ജീവിച്ചിരുന്ന കാലഘട്ടമാണ്. ആ ടൈമിൽ പോലും തന്റെ തൊട്ടടുത്തുള്ള എഫെസോസിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഈ പറയുന്ന ഈ കൊരിന്തെന്ന് പറഞ്ഞാൽ. അപ്പൊ അവിടുന്ന് അല്ല റോമിൽ നിന്നാണ് ഇവിടുന്ന് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിരിക്കുന്നതും. മാത്രമല്ല ഒബീഡിയൻസിന് വേണ്ടി കമാൻഡ് ചെയ്യുന്ന ലെറ്റർ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു ലേഖനമാണ് ഈ ക്ലെമന്റ് ഓഫ് റോം കൊരിന്ത്യർക്ക് എഴുതിയിരിക്കുന്ന ലേഖനം. അപ്പൊ അവിടെ അത്ര ശക്തമായിട്ട് അപ്പൊ ആ അധികാരം എന്താണെന്നുള്ളത് കാണിക്കുന്നത്. പിന്നെ ഈ അപ്പോസ്റ്റോലിക് ഫാദേഴ്സിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ള പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിയയിലെ
ഇഗ്നാത്യോസ്. അപ്പം ഇഗ്നാത്യോസിനെ ബന്ധപ്പെടുത്തിയാണ് ഇവര് യാക്കോബക്കാര് പ്രത്യേകമായിട്ട് അവരുടെ ഇപ്പോഴത്തെ പാത്രികീസിന്റെ ഒക്കെ ഒരു പേര് പറയുമ്പോൾ 1200 തൊട്ടാണ് അവര് ഇഗ്നാത്യോസ് എന്നുള്ള പേര് സ്വീകരിച്ചിരിക്കുന്നത്. അത് പണ്ട് മുതലേ ഉള്ളതല്ല, 1200 ശേഷമാണ് അങ്ങനെ ഒരു പേര് സ്വീകരിക്കാൻ അവർ തുടങ്ങിയിരിക്കുന്നത് തന്നെ. പക്ഷേ ഇത് അദ്ദേഹം അന്ത്യോക്യയിൽ ഉണ്ടായിരുന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹം ഒരിക്കലും യാക്കോബക്കാരെ പറ്റി അറിഞ്ഞിട്ടേ ഇല്ല. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ യാക്കോബക്കാരില്ല. ഇവരുടെ ഒരു തിയോളജിയും ആ കാര്യത്തിലില്ല. അന്നത്തെ ഇവരിന്ന് പറയുന്ന കൈൻഡ് ഓഫ് ഫെറസീസ് ഒന്നും ആ കാലഘട്ടത്തിലില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതായത് ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് എന്ന് പറയുന്നത് തന്നെ പെട്ടെന്ന് യാക്കോബയാണ് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അവരല്ല. എല്ലാ സഭയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്പോസ്റ്റോളിക് ഫാദേഴ്സ്, ക്ലെമന്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള വ്യക്തി ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കാണ്. അപ്പൊ അദ്ദേഹത്തെ തിയോഫോറസ് എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഗോഡ് ബെയറർ എന്നുള്ള ഒരു അർത്ഥമാണ്. ലൈറ്റ് ഓഫ് ഗോഡ് ബെയർ എന്ന അർത്ഥമായിരുന്നു വരുന്നത്. അപ്പം ഈ വ്യക്തി ഒരുപാട് എപ്പിസ്റ്റൽസ് എഴുതിയിട്ടുണ്ട്. എപ്പിസ്റ്റൽസ് എന്ന് പറയുമ്പോൾ അത് എപ്പിസ്റ്റൽ ടു എഫേഷ്യൻസ്, എപ്പിസ്റ്റൽ ടു ട്രലിയൻസ്, എപ്പിസ്റ്റൽ ടു റോമൻസ്, എപ്പിസ്റ്റൽസ് ടു ഫിലഡൽഫിയൻസ്, മിർനൻസ്, ടു പോളികാർപ്പ്, പിന്നെ അങ്ങനെ ഒരുപാട് ലേഖനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഈ ലേഖനങ്ങളിലൂടെ പോയാൽ നമുക്ക് അന്നത്തെ സഭയുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ, സഭ എന്തായിരുന്നു എന്നുള്ളത്, പ്രത്യേകിച്ച് ഒരു ബിഷപ്പിനാലാണ് സഭ നയിക്കപ്പെടുന്നത്, ആ ബിഷപ്പിന്റെ കീഴിൽ ഉള്ള ബിഷപ്പ് എന്നുള്ള വാക്ക് തന്നെ നിങ്ങൾ ബേസിക്കലി മനസ്സിലായി. എപ്പിസ്കോപ്പോ എന്ന വാക്ക് ബൈബിളിൽ എല്ലായിടത്തും കാണാം. 1-2 വാക്യങ്ങളല്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. എപ്പിസ്കോപ്പോസ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ആ എപ്പിസ്കോപ്പോസ് എന്നുള്ള വാക്ക് സഭ തോറും നാടുകൾ തോറും പോയിട്ട് ഈ എപ്പിസ്കോപ്പുമാരെ സ്ഥാപിക്കാനായിട്ട് പൗലോസ് പറയുന്നതുണ്ട്. അങ്ങനെ ഒരുപാട് വാക്യങ്ങളുണ്ട്. 1-2 വാക്യങ്ങളല്ല, 10-15 വാക്യങ്ങൾ കൂടുതലുണ്ട് എപ്പിസ്കോപ്പോ എന്ന് പറയുന്നത്. എപ്പിസ്കോപ്പസ് ഇന്ന് നമ്മൾ എപ്പിസ്കോപ്പൽ സഭയെന്നാണ് പറയുന്നത്. അതേ വാക്കിൽ നിന്നാണ് ഈ ബിഷപ്പ് എന്ന് വരുന്നത്. അപ്പം ബിഷപ്പ് എന്നുള്ള വാക്ക് തന്നെ എപ്പിസ്കോപ്പസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ബിഷപ്പ് എന്നുള്ളത് വരുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ഒറിജിൻ തന്നെ ഈ എപ്പിസ്കോപ്പോ എന്നുള്ള വാക്കാണ്. അപ്പൊ എപ്പിസ്കോപ്പമാരിലാണ് സഭയുടെ ഭരണം ഉള്ളതും. ബിഷപ്പ് എവിടെയുണ്ടോ അവിടെ തന്നെയാണ് സഭ എന്നുള്ളതും ഈ പറഞ്ഞ വ്യക്തിയാണ് ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. മാത്രമല്ല സഭയുടെ പേര്, ഈ സഭ കത്തോലിക്ക സഭയാണ് എന്ന് ബേസിക്കലി ആദ്യമായിട്ട് പറയുന്ന, അല്ലെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിന്റെ ലെറ്ററിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് ഒരു എപ്പിസ്റ്റൽ റോമാ സഭയ്ക്ക് എഴുതുന്നുണ്ട്. അദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് ആംഫി തിയേറ്ററിലേക്ക്, മൃഗങ്ങളാൽ കൊല്ലപ്പെടുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. സിംഹങ്ങളാൽ സിംഹങ്ങൾ അദ്ദേഹത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അദ്ദേഹത്തെ തിന്നു എന്നുള്ളതാണ് നമ്മൾ ചരിത്രത്തിൽ കാണുന്നത്. അങ്ങനെ ഒരു ആംഫി തിയേറ്ററിലുള്ള ഒരു അന്നത്തെ ഒരു രീതിയാണ് കൊളോസിയത്തില് അങ്ങനെ ഇവര് കൊല്ലപ്പെടാൻ വിധിക്കപ്പെടുന്നവരെയൊക്കെ അതിലേക്ക് ആക്കി വിടുകയും അങ്ങനെ മൃഗങ്ങളാൽ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ റോമിലേക്ക് കൊല്ലപ്പെടാൻ വേണ്ടി പോകുന്ന വഴിക്ക് അദ്ദേഹം എഴുതിയ ഒരു എപ്പിസ്റ്റലുണ്ട്. ആ എപ്പിസ്റ്റൽ നമ്മൾ വായിച്ചാല് അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അവിടെ പറയുന്നത്, ഞാൻ ആദ്യം നിങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചു കാണുമല്ലോ, ക്ലെമന്റ് ഓഫ് റോം എഴുതിയിരിക്കുന്ന എപ്പിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ഒരു കമാൻഡ്മെന്റും അല്ലെങ്കിൽ ഒരു ഓവറോൾ എന്ന് പറഞ്ഞാൽ ഓവർസിയറിന്റെ ഒരു അധികാരത്തിന്റെ മുകളിൽ നിന്ന് ഒരാൾ മറ്റൊരു സഭയ്ക്ക് പറയുന്ന അധികാരത്തിന്റെ ആ മുഴുവൻ പവർ എക്സേർട്ട് ചെയ്തുകൊണ്ടാണ് ആ ഒരു ലെറ്റർ എഴുതുന്നത്. അതേസമയം ഇവിടെ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് റോമർക്ക് എഴുതുന്നുണ്ട്. ആ റോമർക്ക് എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത് ഞാൻ ആ തുടക്ക ഭാഗം ഞാനൊന്ന് വായിക്കാം. കാരണം അത് വായിച്ചില്ലെങ്കിൽ അത് ശരിയാണ്. കാരണം ഇവര് ഇഗ്നാത്യോസ് നൂറോൻ എന്ന് പറഞ്ഞിട്ട് കുറെ എടുത്ത് പറയാറുണ്ട്, ഞങ്ങളുടെ പാത്രികീസ് ആണെന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ നിങ്ങളുടെ പാത്രികീസ് ആണ് നിങ്ങൾ വെറുതെ ക്ലെയിം ചെയ്യുന്ന യാക്കോബക്കാരെ അദ്ദേഹം അറിഞ്ഞിട്ടേ ഇല്ല. പക്ഷെ അദ്ദേഹം ഈ റോമ സഭയെ പറ്റി എന്ത് പറഞ്ഞു എന്നുള്ളത് കൂടി ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. ഓക്കെ. Ignatius, who is also called Theophorus, to the church which has obtained mercy through the majesty of the most holy Father, Jesus Christ, his only begotten Son, the church which is beloved and enlightened by the will of him. കേട്ടോണം, ഏത് റോമസഭയെ പറ്റിയായിരുന്നു? The church which is beloved and enlightened by the will of him that builds all things which are according to the love of Jesus Christ our Lord. എന്നിട്ട് പറയാണ്, which also presides in the place of the region of the Romans. കേട്ടോണം, ഈ സഭ, റോമസഭ, it presides in the place of the region of the Romans. എന്ന് പറഞ്ഞാൽ റോമൻ പ്രൊവിൻസുകൾ മുഴുവൻ അധികാരമായിരുന്നു ഈ റോമാ സഭയ്ക്ക് എന്നുള്ളത് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിന്റെ വാക്കുകൾ തന്നെ. ഇദ്ദേഹം ആയിരിക്കുന്ന പ്രൊവിൻസും റോമാസഭയുടെ കീഴിലാണ്. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. അതൊരു എക്സാമ്പിൾ ആയിട്ട് ഇദ്ദേഹം ഇതിനകത്ത് തന്നെ പറയുന്നുണ്ട്. അതായത് I do not
as Peter and Paul issue commandments unto you. They were apostles, but I am a condemned man. They were free, while I am even till now a servant. അപ്പൊ ഇവിടെ ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് പറയുവാണ്, പത്രോസും പൗലോസും നിങ്ങളോട് കമാൻഡ് ചെയ്ത പോലെ ഞാൻ കമാൻഡ് ചെയ്യുന്നില്ല, കാരണം അവർ അപ്പോസ്റ്റൽസ് ആയിരുന്നു. ഇദ്ദേഹത്തെ അപ്പോസ്റ്റലിക് ഫാദറായിട്ട് കാണുന്ന ഓർത്തോണം, മനസ്സിലായോ? അപ്പൊ ഇദ്ദേഹം റോമായിലുള്ള സഭയോട് പറയാണ്, ഞാൻ നിങ്ങൾക്ക് കമാൻഡ് ചെയ്യുന്നില്ല. കാരണം എന്താണ്? പത്രോസും പൗലോസും നിങ്ങളോട് കമാൻഡ് ചെയ്തു. പത്രോസും പൗലോസും അവിടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാല് പത്രോസ് ഈ എന്തെങ്കിലും ഒരു എപ്പിസ്റ്റൽ റോമാസഭയ്ക്ക് എഴുതിയിട്ട് നമുക്കറിയില്ല. അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതും പത്രോസും പൗലോസും അവിടെ പ്രസംഗിച്ചു എന്നുള്ളതും റോമാസഭയെ അവിടെ ഫൗണ്ടേഷൻസിൽ പ്രധാനപ്പെട്ട പങ്ക് ഇവർ രണ്ടുപേരും വഹിച്ചത്. പൗലോസ് പിൽക്കാലത്ത് വന്നെങ്കിലും പൗലോസും അതിന്റെ ഭാഗമായിരുന്നു എന്നുള്ളതും നമ്മളെല്ലാം ആക്സെപ്റ്റ്. അതുകൊണ്ട് തന്നെ പൗലോസിനെ പത്രോസിനെ ഒരുമിച്ചാണ് സഭ മെമ്മറേറ്റ് ചെയ്യുന്നത്. പീറ്റർ ആൻഡ് പോൾ എന്ന് നമ്മൾ എപ്പോഴും പറയാറുള്ളത്. അപ്പൊ ഇത് അവരുടെ ഒരു ലെവൽ കമാൻഡിങ് പവറിലേക്ക്, അല്ലെങ്കിൽ ആ സഭയ്ക്ക് ഒരിക്കലും ഒരു കമാൻഡ് ചെയ്യാനായിട്ട് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് മുതിരുന്നില്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് പറയുന്നതാണ് ഈ സഭയെ പറ്റി പറഞ്ഞത്, വിച്ച് ഈസ് ദ ബിലവഡ് and the enlightened by the will of him that wills all things according to the love of Jesus Christ. എന്നിട്ട് പറയുവാണ് കേട്ടോ, എന്നിട്ട് പറയുവാണ് which also presides in the place of the region of the Romans. Region of Romans എന്ന് പറയുമ്പോൾ എന്താണ്? റോമൻ പ്രൊവിൻസസിനെ പറ്റി അവിടെ പറയുന്നത്. ഈ പറയുന്ന റോമൻ എംപയർ മുഴുവൻ അന്നത്തെ റോമാ സാമ്രാജ്യമാണ്. ഈ അന്ന് ഒരിക്കലും ഈ പറയുന്ന സഭയ്ക്ക് ഈ റോമൻ സാമ്രാജ്യവുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞാൽ ആ റോമാ സാമ്രാജ്യം ഒരു ക്രിസ്ത്യാനി സാമ്രാജ്യമായി മാറിയിട്ടില്ല. അന്ന് ഒരു ശത്രുക്കളെ പോലെ, അല്ലെങ്കിൽ ഒരു കൾട്ടുകളെ പോലെ, അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം നടക്കുന്ന ഒരു സെക്റ്റുകളെ പോലെയാണ് ക്രിസ്ത്യാനിറ്റി അന്ന് കണ്ടിരുന്നത്. ആ കാലഘട്ടത്തിൽ പറയുവാണ്, ആ കാലഘട്ടത്തിലും ഈ പ്രിസൈഡ്സ് ഓവർ ദ റീജിയൻ ഓഫ് റോം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക. പ്രൊവിൻസസ് മുഴുവന്റെയും അധികാരം റോമിന് അന്നും ഉണ്ടായിരുന്നുള്ളതാണ് വളരെ കൃത്യമായിട്ട് കാണുന്നത്. അപ്പൊ ഇവിടെ പറയുവാണ്, worthy of God, റോമസഭയെ പറ്റി പറയുന്നത്, worthy of God, worthy of honor, worthy of the highest happiness, worthy of praise, worthy of obtaining her every desire, worthy of being deemed holy, which presides over love, is named from Christ and from the Father, which I also salute in the name of Jesus Christ, the Son of Father, to those who are united both according to flesh and spirit, to every one of his kingdom. അപ്പൊ ഇവിടെ പറയാണ് പ്രിസൈഡ്സ് ഓവർ ലവ്. അപ്പൊ യേശു ക്രിസ്തുവിന്റെ ആ സ്നേഹത്തിൽ പ്രിസൈഡ് ചെയ്യുന്ന സഭയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊരു വർത്താനാണ് പറഞ്ഞിരിക്കുന്നത്! ഈ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ അവരുടെ പാത്രികേസായി കാണുന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ അംഗീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട്. അന്നത്തെ റോമാ സഭയെ ഈ ശിവപിടിക്കലിനെ പോലുള്ള വിവരദോഷികൾ, സൈമൺ മാഗസ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചുവിട്ട ഈ കാര്യത്തെ പറ്റി, ആ സഭയെ പറ്റി അന്നത്തെ കാലത്ത് അതായത് യോഹന്നാന്റെ ശിഷ്യനായിരുന്ന ഈ ഇഗ്നാത്യോസ്, അല്ലെങ്കിൽ അന്നത്തെ നേരിട്ട് കർത്താവ് തന്നെ കയ്യിലെടുത്ത ആ ശിശു എന്ന് പറഞ്ഞ ആ ഇഗ്നാത്യോസ്, ആ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് റോമസഭയെ പറ്റി പറഞ്ഞു കേട്ടല്ലോ. worthy of God, worthy of honor, worthy of highest happiness, worthy of praise, worthy of obtaining her every desire, worthy of being deemed holy, which presides over love. ഇപ്പൊ ഇത് ഇങ്ങനെയൊക്കെ പ്രേസ് ചെയ്ത റോമാസഭയെ ഞാൻ മുമ്പേ വായിച്ചു. പൗലോസ് ലീഹ റോമാലേഖനം 1-ാം അധ്യായം നിങ്ങളടുത്ത് വായിച്ചു നോക്കുക. അവിടെ മുക്തകണ്ഠം ഈ സഭയെ പ്രശംസിക്കും. നിങ്ങളുടെ വിശ്വാസം എന്നുള്ളത് സർവ്വലോകവും അറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാ പറയുന്നത്. ഈ സഭയെ എത്ര മോശകരമായിട്ടാണ് ഈ വിവരദോഷിയായ ശിവപീഡികലൊക്കെ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പം ഏത് കാലഘട്ടമാണ് ബെഞ്ചി ബ്രദറെ ഇപ്പൊ ഈ പറഞ്ഞത്? 100 AD കാലഘട്ടത്തിലാണ് ഇദ്ദേഹം ജീവിച്ചിരുന്ന. അതായത് ഈ ക്ലെമന്റ് ഓഫ് റോമിന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 88-99 ആ കാലഘട്ടമാണ്. അപ്പൊ ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിന്റെ കാലഘട്ടം എന്ന് പറയുമ്പോൾ അത് 108 കാലഘട്ടത്തിൽ അദ്ദേഹം മരിച്ചതായിട്ട് യൂസേബിയസ് രേഖപ്പെടുത്തുന്നത് AD 108. അപ്പൊ അതിന് എത്രയോ വർഷം മുമ്പാണ് ഇത് എഴുതിയെന്ന് ഓർത്താൽ മതി. പിന്നെ അത് പെർവോ ആ കാലഘട്ടത്തില് ഈ പറയുന്ന ക്ലെമന്റ് ഓഫ് റോം ഒന്ന് ബെഞ്ചി ബ്രദർ പറഞ്ഞ പോലെ പാപ്പൽ, അതായത് മാർപ്പാപ്പയുടെ ഈ പറയുന്ന പത്രോസിലേക്ക് കിട്ടിയിട്ടുള്ള അധികാരം എക്സെർട്ട് ചെയ്ത് ഒന്ന്. 2, ഈ പറയുന്ന ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് റോമസഭയുടെ പ്രൈമസിയും അതിൻ്റെ വർത്തി ഓഫ് ഹോണർ, പ്രൈസ് എല്ലാം കാര്യങ്ങൾ അന്നേ തന്നെ ആള് റെക്കഗ്നൈസ് ചെയ്തിരുന്നു. അതും ആള് മാർട്ടിയർഡം പെർസ്യൂ ചെയ്യാൻ പോകുമ്പോ അല്ലേ? അതന്നെ, തീർച്ചയായിട്ടും തന്റെ മരണത്തിലേക്ക് നയിക്കപ്പെടുന്ന സമയത്താണ് ഇത് എഴുതുന്നത് എന്നുള്ള കാര്യം ഓർക്കണം.
അപ്പം അപ്പൊ അന്നത്തെ ആ സഭയുടെ വില എന്താണെന്നുള്ളത് മാത്രമല്ല, ചരിത്രകാരന്മാർ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി പറയുന്നത് അന്ന് ലോക്കൽ എന്ന് ബാക്കിയുള്ള ഇങ്ങനെ ലോകമെമ്പാടും ഉള്ള പ്രത്യേകിച്ച് റോമൻ പ്രൊവിൻസുകൾ അതിന്റെ വെളിയിലുള്ള സഭകളൊക്കെ ലോക്കൽ സഭകളിൽ ഈ ഒരു ബിഷപ്പ്മാരും മറ്റൊരു ബിഷപ്പ് തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടെങ്കിൽ ദേ ഷുഡ് കം ടു ദ റോമിനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടിയിരുന്നത്. അതിന് ഒരുപാട് ചരിത്ര തെളിവുകൾ തന്നെ ഉണ്ട്. അപ്പൊ റോമിനെ അപ്രോച്ച് ചെയ്തുകൊണ്ടാണ് അവിടുന്നാണ് ഒരു കോൺഫ്ലിക്ട് ഇഷ്യൂ ആ ഒരു കാര്യം സോൾവ് ചെയ്യുന്നത് തന്നെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഈ പ്രധാനപ്പെട്ട അപ്പോസ്റ്റോളിക് ഫാദേഴ്സ്, അപ്പോസ്തലന്മാരിൽ നിന്ന് നേരിട്ട് പഠിച്ച കർത്താവിനെ ചെറിയ പ്രായത്തിൽ കണ്ടു എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഈ പറയുന്ന ക്ലെമന്റ് ഓഫ് റോം, ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്യ, അതുപോലെ പോളികാർപ്പ് ഓഫ് സ്മിർന. ഈ പോളികാർപ്പ് എന്ന് പറയുമ്പം യോഹന്നാൻ സ്ലീഹയുടെ അതായത് ഇവാഞ്ചലിസ്റ്റ് ജോണിന്റെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പം സ്മിർനയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പിന്നീട് അവരുടെ ശേഷമുള്ളവരാണ്. അതായത് പോളികാർപ്പിന്റെ ശിഷ്യനായിരുന്നു ഐറേനിയസ് ഓഫ് ലിയോൺ എന്ന് പറയുന്നത്. അപ്പൊ ഐറേനിയസ് വളരെ കൃത്യമായിട്ട് തന്റെ അഗെയിൻസ്റ്റ് ഹെറസീസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ പറയുന്നുണ്ട്, പീറ്റർ ആൻഡ് പോൾ were preaching at Rome and laying the foundations of the church. അപ്പൊ സഭയുടെ ഫൗണ്ടേഷൻസ് എന്ന് അവിടെ പറയുന്നത് ശ്രദ്ധിക്കണം. പ്രീച്ചിങ് അറ്റ് റോം, ലേയിങ് ദ ഫൗണ്ടേഷൻസ് ഓഫ് ദ ചർച്ച്. സഭയുടെ ഫൗണ്ടേഷൻ എന്നാ പറയുന്നത്. എന്താ പറയാ, റോമാസഭയുടെ ഫൗണ്ടേഷൻ അല്ല, സഭയുടെ ഫൗണ്ടേഷൻ. അതുകൊണ്ടാണ് ആ പറയുന്ന യൂണിവേഴ്സൽ സഭയാണെന്നുള്ള പ്രധാന ക്ലെയിം അന്ന് മുതലേ ഉള്ളതിന്റെ പ്രധാന കാരണം അതാണ്. അതായത് അപ്പോസ്തലൻ ക്രിസ്തുവിലൂടെ പത്രോസ്ലീഹയാണ് താൻ എല്ലാ സകല അധികാരവും ഏൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ കോ ഈക്വൽസ് ആയിട്ട് ബാക്കിയുള്ള അപ്പോസ്റ്റൽസ് ഉണ്ട്. പിന്നീട് വന്ന പൗലോസ്ലീഹയുണ്ട്, ആ ജാതികളുടെ അപ്പോസ്റ്റലായിട്ട് വന്ന പൗലോസ്ലീഹയുണ്ട്. അവര് മുഖാന്തരം അതിനകത്തിൽ ഏറ്റവും ഈ രണ്ട് അൺസർക്കംസൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അപ്പോസ്റ്റൽ എന്നറിയപ്പെട്ട പൗലോസും, സർക്കംസൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഈ അപ്പോസ്റ്റൽ എന്നറിയപ്പെട്ട പത്രോസും, ഇവർ രണ്ടുപേരും ചേർന്ന് റോമിൽ സംസാരിച്ചു, അവിടെ പ്രസംഗിച്ചു. അവിടെ സഭയുടെ ഫൗണ്ടേഷൻ, റോമാസഭയുടെ ഫൗണ്ടേഷൻ അല്ലല്ലോ, ഫൗണ്ടേഷൻ ഓഫ് ദ വെരി ചർച്ച് എന്നാണ് ഐറേനിയസ് എഴുതിയിരിക്കുന്നത്. ഐറേനിയസ് എന്ന് പറയുമ്പോൾ ഈ യോഹന്നാൻ സ്ലീഹയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന വ്യക്തിയാണെന്ന് ഓർത്തണം. അതായത് തന്റെ ശിഷ്യനായ പോളികാർപ്പിന്റെ ശിഷ്യനാണ്. അപ്പൊ അവരുടെ ഒരു കാലഘട്ടം ചിന്തിക്കുക. അപ്പം അങ്ങനെ അതുപോലെ തന്നെ ക്ലെമന്റ് ഓഫ് അലക്സാൻഡ്രിയ ഉണ്ട്. പിന്നെ പിൽക്കാലത്ത് വന്ന ഒരുപാട് സിറിൽ ഓഫ് ജെറുസലേം ഉണ്ട്, ജെറോം ഉണ്ട്. ഇവരൊക്കെ റൈറ്റിംഗ്സിൽ വളരെ കൃത്യമായിട്ട് ഈ സഭയുടെ ഫൗണ്ടേഷൻ തന്നെ ചെയ്തിരിക്കുന്ന പീറ്റർ ആൻഡ് പോൾ ആണെന്നുള്ളത്. നമ്മൾ പീറ്റർ മുമ്പേ പറഞ്ഞ പോലെ പീറ്റർ ആൻഡ് പോളിനെയും ഒരുപോലാണ് നമ്മൾ വെനറേറ്റ് ചെയ്യുന്നത്. കാരണം ഈവൻ ഇൻ ദ കേസ് ഓഫ് ഹോളി ബൈബിളിന്റെ കാര്യത്തിലായാലും എപ്പിസോഡ്സ് കൂടുതലും ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്ന പൗലോസ്ലീഹയാണ്. അപ്പം ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. കാരണം ഇവർ അന്ത്യോക്യയിൽ സഭ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പത്രോസ് റോമിലേക്ക് ചെല്ലുമ്പോൾ ഈ പൗലോസും അന്ത്യോക്യയിൽ നിന്ന് റോമിലേക്ക് ചെല്ലുകയാണ്. മനസ്സിലായോ? അപ്പൊ മിഷണറി യാത്രയുടെ അവസാനം, ഞാൻ അപ്പോസ്തലപ്രവൃത്തിയിൽ അവസാനം റോമിലേക്ക് പൗലോസിലേക്ക് ചെല്ലുന്നതാണ് കാണുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ചാണ് അവിടെ പ്രസംഗിക്കുന്നതും അവിടെ പ്രവർത്തനങ്ങൾ നടക്കുന്നതും എന്നുള്ള കാര്യം. അപ്പൊ സഭയുടെ എസ്റ്റാബ്ലിഷ്മെന്റ് അവിടെയാണ്. സഭയുടെ ഫേമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും അവിടെ കൊല്ലപ്പെട്ടു. രണ്ടുപേരുടെയും ടോംബ് ഇന്നും അവിടെ നിൽക്കുന്നു. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലാണ് പത്രോസിന്റെ ശവകുടീരം ഉള്ളത്. ഇന്നും അത് അവിടെ തന്നെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ തൊട്ട് ഇങ്ങേപ്പുറത്താണ് ലാറ്ററൻ ചർച്ച് ഓഫ് സെയിന്റ് പോൾ എന്ന് പറയുന്നത്. ആ ചർച്ചിലാണ് ഇദ്ദേഹത്തിന്റെ പൗലോസ്ലീഹയുടെ ടൂംബ് ഉള്ളത്. അപ്പൊ രണ്ടുപേരും അവിടെ തന്നെ കൊല്ലപ്പെട്ടു എന്നുള്ള സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. അപ്പം സഭയുടെ കർത്താവ് അപ്പോസ്തലനായ പത്രോസിനെ പറ്റി പറഞ്ഞത്, ഈ പാറമേൽ ഞാൻ സഭയെ പണി, നീ പത്രോസ് ആകുന്നു, നീ കേഫ ആകുന്നു, ഈ പാറമേൽ ഞാൻ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല, സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിന്നെ ഏൽപ്പിക്കുന്നു, നീ കിട്ടുന്നൊക്കെ സ്വർഗത്തിൽ കെട്ടപ്പെടും, നീ അഴിക്കുന്നൊക്കെ സ്വർഗത്തിൽ അഴിക്കപ്പെടും. പിന്നീട് ഉദ്ധിതനായ കർത്താവ് വന്നിട്ട് ഇതേ അധികാരത്തിൽ ഈ കെട്ടുന്ന കാര്യം അഴിക്കുന്ന കാര്യമൊക്കെ ആ മറ്റപ്പോസ്തലന്മാർക്കും കൊടുക്കുന്നു പറയുന്നുണ്ട്. അപ്പൊ അതൊരു കണ്ടിന്യൂഷൻ ആണ്, ഒരു സക്സഷൻ ആണ്, ലീനേജ് ആണ് അവരിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക്. അപ്പം അങ്ങനെയാണ് ആ സഭയുടെ കൈവപ്പ് എന്നുള്ളത് കാണുന്നത്. അപ്പം അപ്പസ്റ്റോളിക് ഫാദേഴ്സ് അവരിൽ നിന്നും വീണ്ടും ഈ പറയുന്ന ഐറേനിയസ് വരെയുള്ള ആൾക്കാർ, പിന്നീട് കാണുന്ന ചർച്ച് ഫാദേഴ്സിന്റെ കാലഘട്ടം നോക്കുമ്പോൾ, അപ്പൊ ത്രൂ ഔട്ട് ദി ഹിസ്റ്ററി നമ്മൾ കാണാൻ പറ്റുന്നത് ഈ സഭയുടെ വളർച്ച ബേസ്ഡ് ഓൺ റോമാണ്. റോമിനെ മാറ്റി നിർത്തിയിട്ട് ഒരു ക്രിസ്ത്യാനിറ്റി ഇല്ല. ഇത് ആർക്കും ഡിനൈ ചെയ്യാൻ പറ്റാത്തൊരു ഫാക്ട്. എന്തെങ്കിലുമൊക്കെ പറയാന്നല്ല, അത് ചർച്ച് ഹിസ്റ്ററി എടുത്താൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം ഈ പത്രോസ് അന്ത്യോക്യയിൽ പോയി അല്ലെങ്കിൽ അവിടെ സഭ സ്ഥാപിച്ചു എന്ന് തെളിയിക്കുന്നത് എങ്ങനെയാ? തെളിയിക്കുന്നത് ഇതേ സഭാപിതാക്കന്മാരുടെ കോട്സ് വെച്ചിട്ടാണ് തെളിയിക്കുന്നത്. അതായത് ഈ ഐറേനിയസ് തൊട്ടുള്ള സഭാപിതാക്കന്മാരുടെ കോട്സ് വെച്ചാൽ അവിടെ അന്ത്യോക്യയിൽ അത് പത്രോസ് ആദ്യം ഉണ്ടെന്ന് തെളിയിക്കുന്നത്. അല്ലാതെ ബൈബിളിൽ പത്രോസ് അന്ത്യോക്യയിൽ സഭ സ്ഥാപിച്ചായിട്ട് വാക്യങ്ങളില്ല. മനസ്സിലായോ? ബൈബിളിൽ പറയുന്നത് ചിതറിപ്പോയവർ വന്നിട്ടാണ് അവിടെ അന്ത്യോക്യയിൽ ആദ്യമായിട്ട് സഭ അവിടെ തുടങ്ങുന്നത്. പക്ഷേ അപ്പോസ്തോളിക് എസ്റ്റാബ്ലിഷ്മെന്റ് ചെയ്യുന്നത് പത്രോസാണ്. പിന്നീട് നമ്മൾ ഗലാത്യ ലേഖനത്തിനകത്തൊന്നും ഒരു വാക്യമുണ്ട്, അതായത് ഗലാത്യ ലേഖനത്തിൽ പറയുന്നുണ്ട്, അതായത്
പത്രോസ് അന്ത്യോക്യയിൽ വന്നപ്പോൾ എസ്റ്റാബ്ലിഷ് എന്ന് പറയുന്നത് വന്നപ്പോൾ കേഫാവെന്നാ പറയുന്നത് ഇവിടെ. അതിനെപ്പറ്റിയും കുറച്ച് ഈ പറയുന്ന ആൾക്കാർക്ക് എതിരഭിപ്രായങ്ങളുള്ള ഒരു ഭാഗമാണ് അത്. അപ്പൊ അവിടെ വന്നപ്പോൾ ഞാൻ അവരോട് എതിർത്തു എന്നുള്ള ഭാഗം പറയുന്നുണ്ട്. അത് പത്രോസ് ആണെന്ന് പറയുന്നവരുണ്ട്, പത്രോസ് അല്ലെന്നും പറയുന്നവരുണ്ട്. അപ്പൊ ഇന്നത്തെ ലേറ്റസ്റ്റ് ആയിട്ട് ഹിസ്റ്റോറിയൻസ് പറയുന്നത് അത് പത്രോസ് അല്ല, കേഫ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നൊക്കെ പറയുന്ന ചരിത്രമുണ്ട്. വാട്ട് എവർ ഇറ്റ് മേ ബി, പത്രോസ് ആണെന്ന് തന്നെ എടുക്കുക. പത്രോസ് ആണെങ്കിൽ അവിടെ ജസ്റ്റ് വന്ന കാര്യം മാത്രമേ ഉള്ളൂ, അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തതായിട്ട് അവിടെ പറയുന്നില്ല. മനസ്സിലായോ? അപ്പം ഈ അപ്പോസ്റ്റോളിക് ഈ ചർച്ച് ഫാദേഴ്സിന്റെയും ഈ അപ്പോസ്റ്റോളിക് ഫാദേഴ്സിന്റെ റൈറ്റിംഗ്സ് ത്രൂ ആണ് അതും നമ്മൾ ഈ അന്ത്യോക്യയിൽ സഭ പത്രോസ് എസ്റ്റാബ്ലിഷ് ചെയ്തെന്നുള്ള കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ ഇതേ അപ്പോസ്റ്റോലിക് ഫാദേഴ്സ് തന്നെയാണ് പത്രോസും പൗലോസും അവിടെ റോമിൽ പ്രസംഗിച്ചു, അവിടെ സഭയുടെ ഫൗണ്ടേഷൻ ഇട്ടു എന്നുള്ള കാര്യം പറയുന്നത്. മനസ്സിലായി? അപ്പൊ ഇതാണ് നമ്മൾ പേപ്പൽ പ്രൈമസിയെ പറ്റി പറയുന്നത്. അപ്പൊ ത്രൂ ഔട്ട് അന്നത്തെ സഭയുടെ ഒരു വളർച്ച ഇവരിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അവിടെയാണ് സഭയുടെ അധികാര കേന്ദ്രം. അല്ലാതെ അത് റോമാ രാജ്യം കൈ കിട്ടിയത് കൊണ്ടോ അല്ലെങ്കിൽ റോമാ സഭയുടെ അധികാരം കൊണ്ട് കിട്ടിയത് കൊണ്ടോ ഇതൊരു എന്താ പറയണ്ട ഒരു രാജകീയ ഒരു റിലീജനായി മാറി അന്ന് മുതൽ, അല്ലെങ്കിൽ കോൺസ്റ്റന്റൈന്റെ കാലഘട്ടത്തിൽ മുതലാണ് ഈ അധികാരം മൊത്തം റോമിന് കിട്ടിയെന്നൊക്കെ വളരെ തെറ്റായിട്ടുള്ള, ചരിത്രത്തിൽ ഒരു കുന്തം അറിയാത്തവന്മാർ പറയുന്ന കാര്യം അതൊക്കെ. അപ്പൊ ചരിത്രം വളരെ ഏർലി, അതായത് AD 100കളിലുള്ള ഹിസ്റ്ററീസ് പോലും പിന്നീട് നമ്മൾ ഒരുപാട് ഇപ്പൊ AD 150 190 കാലഘട്ടങ്ങളിലൊക്കെ ഈ പോപ്പുമാര് ത്രൂ ഔട്ട്, അതായത് ഈ പറയുന്ന ടർക്കി ഏരിയയിലുള്ള ആൾക്കാരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ചരിത്രങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഈ ഒരുപാട് ഹെറസീസിനെ പറ്റി ഈ റോമുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഹെറസീസ് പറയാൻ വന്നവരെ അവിടെ വെച്ച് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് വളരെ 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 സ്ഥലങ്ങൾക്കപ്പുറം ആൾക്കാരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഒരു ബിഷപ്പ് ഓഫ് റോം മാത്രമാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്തിന്റെ മാത്രം ഒരു അധിപനാണെങ്കിൽ, ഒരു ബിഷപ്പ് മാത്രമാണ്, ഇദ്ദേഹത്തിന് എങ്ങനെ മറ്റുള്ള സഭകളുടെ മേൽ അധികാരം കിട്ടിയത്? എങ്ങനെയാണ് അവിടെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള അധികാരം ഉള്ളത്? അപ്പൊ ഇതൊക്കെ കോൺസ്റ്റന്റിനോപ്പൊളൊക്കെ വളരെ മുമ്പാണ്, കോൺസ്റ്റന്റൈൻ വരുന്നതിനൊക്കെ എത്ര മുമ്പാണ്. ഇതിനൊക്കെ 200-300 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അതായത് കോൺസ്റ്റന്റൈൻ അതിന്റെ കൺവേർഷൻ ഒക്കെ നടക്കുന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അപ്പം ഇത് ഞാൻ ഈ തുടക്കം പറയാനുള്ള കാര്യം, ഇവര് ഈ ഇഗ്നാത്യോസ് നൂറോൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ ഒക്കെ എടുത്തോണ്ട് ഇവര് തെറ്റായിട്ടുള്ള കാര്യം പ്രചരിപ്പിക്കുന്നുണ്ട്. ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക് റോമാ സഭയെ എങ്ങനെ കൺസിഡർ ചെയ്തു എന്നുള്ളത് ഞാൻ ഇപ്പോൾ ഓൾറെഡി വായിച്ച് കേൾപ്പിച്ചു. ആ റോമാ സഭയോട് കമാൻഡ് ചെയ്യാൻ അദ്ദേഹം മുതിരുന്നില്ല എന്നുള്ളത് ഞാൻ വായിച്ച് കേൾപ്പിച്ചു. അതേസമയം അതിനു മുമ്പേ ക്ലമന്റ് ഓഫ് റോം എങ്ങനെയാണ് മറ്റുള്ള സഭയിൽ തന്റെ പവർ എക്സേർട്ട് ചെയ്തത് ഞാൻ ഡെലിഗേറ്റ്സിനെ അയക്കുന്നു, പേരുൾപ്പെടെ പറയുന്ന അതിനകത്തില് 64-ാം അധ്യായം എടുത്ത് വായിക്കുക. അവര് പറയുന്നത് അനുസരിക്കുക, എന്നിട്ട് എത്രയും പെട്ടെന്ന് ഈ വിഷയം സോൾവ് ചെയ്യാൻ അവിടെ കൽപ്പിക്കുക ചെയ്യുന്നത്, കമാൻഡ്മെന്റ് കൊടുക്കുക ചെയ്തത്. അതായത് പൗലോസ് പറഞ്ഞ് അതിന് തുല്യമായ, അല്ലെങ്കിൽ അതിനപ്പുറം ഒരു കമാൻഡ്മെന്റ് ആണ് അന്ന് കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു അപ്പോസ്തോലിക് അധികാരം തനിക്കുണ്ടെന്നുള്ളത് അപ്പോസ്തോലിക് സക്സഷന്റെ ഒരു ഭാഗമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് സഭയുടെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ തുടക്കത്തിൽ മുതലേ കാണുന്നത്, ഏർലി ചർച്ചിൽ കാണുന്നത് ഒരു പേപ്പസി വളരെ കൃത്യമായിട്ട് സഭയിൽ കാണുന്നുണ്ട്. ആ സഭയെന്ന് പറഞ്ഞാൽ ഇത് ഈ മറ്റേ കമ്മിറ്റി കൂടി കാര്യം തീരുമാനിക്കുന്ന പരിപാടി ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കൗൺസിൽ കൂടും. പക്ഷെ ഇന്ന് വിചാരിക്കുന്ന പോലെ എല്ലാവർക്കും തുല്യ അധികാരം എന്ന നിലയിലല്ല. അവിടെ കൗൺസിൽ കൂടിയപ്പോഴും ആദ്യത്തെ ജെറുസലേം കൗൺസിലും എല്ലാവരും കലുവല ഉണ്ടാക്കി. പക്ഷെ പത്രോസ് എഴുന്നേറ്റ് നിന്നു. പത്രോസ് നിന്നപ്പോ പിന്നെ അവിടെ സൈലൻസ് ആണ്. നിങ്ങൾ ആ ഭാഗം എടുത്ത് വായിക്കണം. അപ്പോസ്തലപ്രവൃത്തിയിൽ അത് ഭാഗം എടുത്ത്, പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഒരൊറ്റ പ്രസംഗം പത്രോസ് പറയാനുള്ളത് പറഞ്ഞു. ഇങ്ങേപ്പുറത്തെ പക്ഷത്ത് നിന്ന് സെയിന്റ് ജെയിംസ് വരെ തിരിഞ്ഞു, അത്രേ ഉള്ളായിരുന്നു. എന്ന് പറഞ്ഞാൽ അഗ്രചർമ്മികൾക്കെതിരെ ഇവരൊക്കെ ആദ്യമേ യഹൂദനായിട്ട് വേണം ക്രിസ്ത്യാനി ആകണം എന്ന് വാദിച്ച യാക്കോബ് സ്ലീഹ വരെ എന്ത് ചെയ്തു? പത്രോസിന്റെ ഒരൊറ്റ വാക്ക് കേട്ടപ്പോ സമൂഹം മറിഞ്ഞു ഉൾട്ടയടിച്ചു. അപ്പൊ അതാണ് സഭയുടെ അധികാരം, അല്ലെങ്കിൽ പേപ്പൽ പ്രൈമസി എന്ന് നമ്മൾ ബേസിക്കലി പറയുന്നത്. ഇത് പറയാതെ നമുക്ക് ഒരിക്കലും മറ്റു കാര്യത്തിലേക്ക്, പിന്നീട് നമ്മുടെ സഭയുടെ ചരിത്രത്തിൽ പിന്നീട് കാണുന്ന കൗൺസിൽസിനെ പറ്റി ബാക്കി ആർക്കെങ്കിലും പറയണമെങ്കിൽ കൂട്ടിച്ചേർക്കാം. കൗൺസിൽസിനെ കുറിച്ച് ബെഞ്ചി ബ്രദർ കഴിഞ്ഞോ? ബെഞ്ചി ബ്രദർ ജസ്റ്റ് ചെറുതായിട്ട് ഞാനൊന്ന് പറയാം, ചെറുതായിട്ട് പറയാം. വല്ലതും ഇത് പറയാനുണ്ടോ ജസിം ബ്രോ? ഈ കൗൺസിൽസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മള് കൂടുതലും നമ്മളിപ്പോ അപ്പസ്റ്റോളിക് കൗൺസില്, അത് ജെറൂസലമിൽ നടന്ന അപ്പസ്റ്റോളിക് കൗൺസിലിന് ശേഷം പിന്നെ നമ്മൾ കേൾക്കുന്നത് ഈ കൗൺസിലാണ്. എന്താണ്? നമ്മുടെ നിക്കിയ കൗൺസിലാണ് എല്ലാവരും കേൾക്കുന്നത് 325. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താന്ന് പറയുകയാണെങ്കിൽ, ഈ അപ്പസ്റ്റോളിക് ജെറൂസലമിൽ നടന്ന അപ്പസ്റ്റോളിക് കൗൺസിലും നിങ്ങൾ നോക്കുക, ഈ പറയുന്ന കൗൺസിൽ ഓഫ് നിക്കിയ സുനഹദോസിനും ഇടയ്ക്ക്
കൗൺസിലുകളോ അല്ലെങ്കിൽ പ്രൊവിൻഷ്യൽ സിനഡ്സ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൗൺസിൽസ് ഉണ്ടായിരുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ ദർ വേർ മോർ ദാൻ 10 or 12 സിനഡ്സ്. 150 അല്ലെങ്കിൽ 140 AD തൊട്ട് 200 അല്ലെങ്കിൽ 313 വരെയെങ്കിലും ഈ പല റീജിയൻസിലായിട്ടും, അതായത് ആദ്യം റോമില് സിനഡ്സ് നടന്നു. പല അവിടുത്തെ പ്രാദേശിക തിയോളജിക്കൽ വിഷയങ്ങളെല്ലാം തീർപ്പ് കൽപ്പിക്കുവാൻ വേണ്ടിയിട്ട് അങ്ങനെ പല സ്ഥലത്തും അൻകീറ, ആന്റിയോക്ക്, ആൾസ്, അങ്ങനെ പല സ്ഥലത്തും ഈ പറയുന്ന റോമൻ പ്രോവിൻസിൽ ഈ അപ്പസ്റ്റോളിക് കൗൺസിലും നിക്കിയ കൗൺസിലിനും എക്യുമെനിക്കൽ കൗൺസിലിനും ഇടയ്ക്ക് കുറെ റീജിയണൽ കൗൺസിൽസ് നടന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ പരതുകയാണെങ്കിൽ കാർത്തേജിൽ കൗൺസിൽസ് നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ ചരിത്രപരമായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്ന് പരതുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും റോമൻ സിയുടെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. റോം അന്നും ഒരു കോർട്ട് ഓഫ് ഫൈനൽ അപ്പീൽ പോലെയായിട്ടാണ് കൺസിഡർ ചെയ്തിരുന്നത്. ഇപ്പൊ കാർത്തേജിൽ ഇപ്പൊ ഒരു വിശ്വാസ ത്യാഗം ചെയ്തിട്ടുള്ള ഒരു വ്യക്തി തിരിച്ച് സഭയിലേക്ക് വരുമ്പോൾ എന്ത് ചെയ്യണം, അങ്ങനത്തെ വിഷയങ്ങൾ ഒക്കെ റീബാപ്റ്റൈസ് ചെയ്യണോ, അല്ലെങ്കിൽ ആളെ റീബാപ്റ്റൈസ് ചെയ്യാതെ ആളെ കൊണ്ട് ആളുടെ പാസ്റ്റ് ഡിനൗൺസ് ചെയ്തിട്ട് സഭയിലേക്ക് അഡ്മിറ്റ് ചെയ്താൽ മതിയോ എന്നീ വിഷയങ്ങളിൽ ഫെർമിലിയനും നമ്മുടെ എന്താ പറയാ ഫെർമിലിയനും സിപ്രിയാനും എന്ന് പറയുന്ന സഭാപിതാക്കന്മാര് മാർപ്പാപ്പയായിട്ടുള്ള കാര്യവിചാരണ ചെയ്യുക. എന്തിനാ മാർപ്പാപ്പ ഈ പറയുന്ന ആളുടെ ഔട്ട്സൈഡ് ടെറിട്ടറിയിലെ കാര്യങ്ങളൊക്കെ ഇടപെടുന്ന ഇത് ബാപ്റ്റിസത്തിനെ സംബന്ധിയായിട്ടുള്ളത്. ഡൊണാറ്റിസ്റ്റ് കോൺട്രവേഴ്സി വന്നപ്പോൾ ഇതേപോലെ തന്നെ മാർപ്പാപ്പമാര് ആളുടെ ജുറിഡിസിക്ഷന്റെ പുറത്ത്, ആളുടെ ജുറിഡിസിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ആളുടെ ജുറിഡിസിക്ഷൻ തന്നെ, റോമൻ പ്രോവിൻസ് തന്നെയാണ്. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ അവിടെ ഓൾറെഡി ഒരു ബിഷഫോറിക് ഉണ്ടാവുമ്പോൾ ആ ബിഷഫോറിക്കിലെ പ്രശ്നങ്ങൾ ഈ പറയുന്ന റോമൻ മാർപ്പാപ്പയോട് അല്ലെങ്കിൽ അന്നുണ്ടായിരുന്ന ബിഷപ്പ് ഓഫ് റോമനോട് ഇടപെടാൻ പറയുമ്പോൾ റോമൻ ബിഷപ്പ് ആ പ്രശ്നത്തിൽ പോലും പോയിട്ട് അവിടെ ഒരേ സൊല്യൂഷൻസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തീർപ്പ് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഇതാണ് നമ്മൾ കാണുന്നത്. ഈ കോട്ര ഡെസിമൻ ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഒരു ഈസ്റ്റർ ഏത് ഡേറ്റിലാണ് നമ്മൾ, സൺഡേ ആണോ ആഘോഷിക്കേണ്ടത് അതോ 14th day ഓഫ് നിസാനിലാണോ, അല്ല 14th day ഓഫ് നിസാൻ ജൂയിഷ് കലണ്ടർ ബേസ് ചെയ്തിട്ടാണോ നമ്മൾ ഈസ്റ്റർ ടാബുലേറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്ന ഒരു കോൺട്രവേഴ്സി ഉണ്ടായിരുന്നു. ഇപ്പൊ അന്നുണ്ടായിരുന്ന വിക്ടർ എന്ന് പറയുന്ന മാർപ്പാപ്പ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇടപെടലുകൾ നടത്തി. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ അപ്പോസ്റ്റോലിക് കൗൺസില്, ജെറൂസലം കൗൺസിലും നിക്കിയ എക്യുമെനിക്കൽ സ്റ്റാറ്റസിൽ വരാൻ കാരണം എന്താണ്? ഒരു മാർപ്പാപ്പ ഈ പർട്ടിക്കുലർ കൗൺസിൽ റാറ്റിഫൈ ചെയ്യുമ്പോഴാണ് അത് എക്യുമെനിക്കൽ സ്റ്റാറ്റസിലേക്ക് എത്തുന്നത്. അപ്പൊ ഞാൻ ഇത്രയും ഇതിന്റെ ഇടയ്ക്കും ഉള്ള കൗൺസിൽ എന്തുകൊണ്ട് എക്യുമെനിക്കൽ ആയില്ല? അതായത് ഇത് എല്ലാ ചർച്ചിനും ബൈൻഡിങ് ആണ്, ഇതിന്റെ കാനോൺസ് എല്ലാ ചർച്ചിനും ബൈൻഡിങ് ആണ് എന്നുള്ളൊരു തീരുമാനം ഈ കൗൺസിൽ പ്രിസൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രിസൈഡ് ചെയ്യുന്നത് ചിലപ്പോൾ അവിടുത്തെ ഒരു ബിഷപ്പായിരിക്കും. എക്സാമ്പിൾ, ഇപ്പോൾ നിക്കിയ കൗൺസിൽ പ്രിസൈഡ് ചെയ്തിട്ടുള്ളത് സ്പെയിനിൽ, അതായത് കൊർഡോവയിലുള്ള ഹോസിയസ് എന്ന് പറയുന്ന ബിഷപ്പാണ് പ്രിസൈഡ് ചെയ്തിട്ടുള്ളത്. അത് കൺവോക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന അന്നത്തെ കോൺസ്റ്റാന്റിൻ രാജാവാണ്. അത് കൺവോക്ക് എന്ന് വെച്ചാൽ ബിഷപ്പുമാരെല്ലാം പല പ്രവിശ്യകളിലുള്ള പല ഏരിയയിലുള്ള ബിഷപ്പുമാരെല്ലാം വിളിച്ച് ഒരു ഏരിയയിലേക്ക് എത്തിക്കുന്നത്. അതായത് 300 സംതിങ്ങോളം ബിഷപ്പുമാർ പങ്കെടുത്തു, 318ഓളം ബിഷപ്പുമാർ നിക്കിയ കൗൺസിലിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അപ്പൊ ആ സ്പെയിൻ, അതായത് വെസ്റ്റേൺ റീജിയൻ, ലാറ്റിൻ എന്നല്ല, വെസ്റ്റേൺ റീജിയൻ, വെസ്റ്റേൺ സഭയുള്ള ഒരു ബിഷപ്പാണ് ഈ കൗൺസിൽ പ്രിസൈഡും ചെയ്തത്. ഹോസിയസ് എന്ന് പറയുന്ന ഒരു ബിഷപ്പാണ് ഇത് പ്രിസൈഡും ചെയ്തത്. ഇങ്ങേര് അന്നത്തെ എംബറർ അത് കോൺവോക്ക് ചെയ്തു, എല്ലാവരും വിളിച്ചു കൂട്ടി, അങ്ങനെ അറേഞ്ച്മെന്റ്സ് ഒക്കെ ഈ പറയുന്ന ലോജിസ്റ്റിക്സും അല്ലെങ്കിൽ അറേഞ്ച്മെന്റ്സ് എല്ലാം ചെയ്ത് ഇങ്ങേര് അത് എങ്ങനെ ഒരു കൗൺസിൽ എങ്ങനെ മുന്നോട്ട് പോകണം, എന്താണ് അതിന്റെ പ്രൊസീഡിങ്സ്, എത്ര സെഷൻസ് നടക്കണം, ഈ സെഷനിൽ എന്ത് ഡിസ്കസ് ചെയ്യണം, അത് ആളുടെ ഇത് വെച്ചിട്ട് ആളുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരെയും അവരുടെ എക്സ്പെർട്ടൈസ് വെച്ചിട്ട് ഇതിന്റെ എല്ലാം ചാർട്ട് ചെയ്യാന്ന് മാത്രം. പക്ഷെ അതിനകത്ത് ഡിസ്കഷൻസ് വരുന്നതും തീരുമാനങ്ങളെല്ലാം വരുന്നത് പ്രാർത്ഥനയോടെയും
അല്ലെങ്കിൽ ഈ പറയുന്ന ഒരേ ബിഷപ്പുമാരും എല്ലാവരും ഒത്തുചേർന്നിട്ട് ഈ ഒരേ വിഷയങ്ങൾ അവർ സങ്കീർണമായിട്ട് പഠിക്കുകയും ഈ വിഷയം നമുക്ക് കൊള്ളാം, ഈ വിഷയം നമുക്ക് തള്ളാം എന്ന് പറഞ്ഞിട്ടാണ് ഡിസിഷൻസ് എല്ലാം വരുന്നത്. അപ്പോൾ ഒരു കൗൺസിൽ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മാസങ്ങളോളം നീക്കാം. അതിൻ്റെ അകത്ത് തന്നെ ഇഷ്ടം പോലെ സെഷൻസ് ഉണ്ടാവും. ഇതെല്ലാം മിനിറ്റഡ് ആണെന്നും ആലോചിക്കണം. ഈ കൗൺസിൽസ് എല്ലാം മിനിറ്റഡും ആണ്. അല്ലാണ്ട് നമുക്ക് ഇപ്പൊ വെറുതെ വെർബലി പറഞ്ഞിട്ട് എന്തെങ്കിലും പറഞ്ഞ് പോയെന്നല്ല. ഓരോ ഡിസിഷൻസിന്റെ താഴെ അവരുടെ ഈ പറയുന്ന ബിഷപ്പുമാരുടെ സിഗ്നേച്ചേഴ്സും ഉണ്ട്. അതായത് ഇവർ ഈ ഡിസിഷൻ ബൈൻഡിങ് ആണ്, ഞങ്ങൾക്കും ബൈൻഡിങ് ആണ്. ഇനി ഞങ്ങൾ ഇത് ഞങ്ങളുടെ കീഴിലുള്ള വിശ്വാസികളെയും ബൈൻഡിങ് ആക്കിക്കോളാം എന്നുള്ളൊരു വ്യവസ്ഥയിലാണ്. എന്നിട്ട് ഈ പറയുന്ന കൗൺസില് റാറ്റിഫൈ ചെയ്യും അന്നത്തെ മാർപ്പാപ്പ ഈ കൗൺസിൽസിന്റെ പ്രൊസീഡിങ്സും ഇതെല്ലാം പഠിച്ച് അവർ റാറ്റിഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് അത് ഒരു എക്യുമെനിക്കൽ സ്റ്റാറ്റസിലേക്ക് ഇത് ഉയരുന്നത്. അല്ലെങ്കിൽ സാധാരണ ഒരു കൗൺസില് നമ്മൾ നോക്കിക്കോ, ഈ നിക്ക കൗൺസിലിന് മുമ്പും കൗൺസിൽസ് ഉണ്ടായിരുന്നു. നിക്ക കൗൺസിലിനും കോൺസ്റ്റാന്റിനോപ്പിളിനും ഇടയ്ക്കും കുറെ കൗൺസിൽസ് ഉണ്ട്. മോർ ദാൻ, ഞാൻ നിങ്ങൾക്കൊരു എക്സാമ്പിൾ പറഞ്ഞു തരാം. ഈ പറയുന്ന ജെറൂസലം കൗൺസിലും 1500 വർഷത്തിന്റെ ഉള്ളിൽ 4 എക്യുമെനിക്കൽ കൗൺസിലാണ് നടന്നിട്ടുള്ളത്. അപ്പോസ്റ്റോലിക് അപ്പോസ്റ്റോലിക് കൗൺസിൽ ജെറൂസലമിൽ നടന്നിട്ടുള്ളത്. കൂടാതെ 4 എക്യുമെനിക്കൽ കൗൺസിൽ, നിക്കിയ, എന്താ പേര്, നിക്കിയ, കോൺസ്റ്റാന്റിനോപ്പിൾ, എഫെസസ് ആൻഡ് കാൽസിഡോൺ, 4 എക്യുമെനിക്കൽ കൗൺസിൽ നടന്നിട്ടുള്ളൂ. പക്ഷെ മോർ ദാൻ 50 or 60 റീജിയണൽ പ്രൊവിൻഷ്യൽ കൗൺസിൽസ് ഓർ സിനഡ്സ് ഇതിന്റെ എല്ലാം ഇടയ്ക്ക് നടക്കുന്നുണ്ട്. നിക്കയ്ക്ക് മുമ്പ് നിക്കയും കോൺസ്റ്റാന്റിനോപ്പിളിന് ഇടയ്ക്കും, കോൺസ്റ്റാന്റിനോപ്പിൾ എഫെസസിന് ഇടയ്ക്കും, എഫെസസും കാൽക്കഡോണിന് ഇടയ്ക്കും കുറെ പ്രൊവിൻഷ്യൽ കൗൺസിൽസ്. ഇതിന് ശേഷം കാൽസിഡോണിന് ശേഷം ചില പ്രൊവിൻഷ്യൽ കൗൺസിൽ. അപ്പൊ ഒരു കൗൺസിലേക്ക് മാത്രമല്ല, ഒരു എക്യുമെനിക്കൽ ആയിട്ടുള്ള ഒരു വലിയ സ്റ്റേച്ചറിൽ ഉള്ള ഒരു കൗൺസിലിലേക്ക് ഒരു കാര്യങ്ങളൊക്കെ ചെറിയതായിട്ട് രീതിയിൽ ഡിസ്കഷൻസും കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പറയുന്ന റീജിയണൽ പ്രൊവിൻഷ്യൽ കൗൺസിൽസിൽ അല്ലെങ്കിൽ സിനഡ്സിലാണ്. ഈ കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് അത് അതായത് ഒരു പ്രീകർസർ പോലെ പല കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പൊ അങ്ങനെ പല വിഷയങ്ങളും, ഈസ്റ്റർ സംബന്ധമായിട്ടുള്ള ഡേറ്റിന്റെ ആയാലും എന്താണ് നമ്മൾ നോമ്പ്, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ബിഷപ്പ് എങ്ങനെയാണ് ആള് കണ്ടക്ട് ചെയ്യേണ്ടത്, പ്രീസ്റ്റ് അല്ലെങ്കിൽ അവരുടെ കൈവെപ്പും സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഒരു ബിഷപ്പിന്റെ ജൂറിഡിസിക്ഷൻ എന്താണ്, അല്ലെങ്കിൽ അവർക്ക് അതിനപ്പുറം പോകാൻ പറ്റുമോ, അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള A to Z ആയിട്ടുള്ള ഈ വരുന്ന കാര്യങ്ങളെല്ലാം ഈ പറയുന്ന കൗൺസിൽസിലും റീജിയണൽ കൗൺസിൽസിലും അത് പിന്നീട് അത് പതുക്കെ അത് എക്യുമെനിക്കൽ കൗൺസിലിലും ഡിസ്കസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇപ്പൊ എക്സാമ്പിൾ നമ്മൾ നേരത്തെ റാറ്റിഫിക്കേഷന്റെ കാര്യം പറഞ്ഞു. മാർപ്പാപ്പ റാറ്റിഫൈ ചെയ്താൽ മാത്രമേ ഒരു എക്യുമെനിക്കൽ സ്റ്റേച്ചർ കിട്ടുകയുള്ളൂ ഒരു കൗൺസിലിന്. നിക്ക കൗൺസിലിന് എന്തുകൊണ്ടാണ് എക്യുമെനിക്കൽ സ്റ്റാറ്റസ് കിട്ടിയത്? അതൊരു മാർപ്പാപ്പ റാറ്റിഫൈ ചെയ്തുകൊണ്ടാണ് അതിന് എക്യുമെനിക്കൽ സ്റ്റാറ്റസ് കിട്ടിയത്. കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ 351 നടന്നിട്ടുള്ള കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ആദ്യം അതിന് എക്യുമെനിക്കൽ സ്റ്റാറ്റസ് ഉണ്ടായിരുന്നില്ല. പിൽക്കാലത്ത് കാൽക്കദോൺ സുനഹദോസിൽ വെച്ചിട്ടാണ് അതിൽ എക്യുമെനിക്കൽ സ്റ്റാറ്റസ് തന്നെ ഗ്രാൻഡ് ചെയ്യുന്നത്. പ്രൊവൈഡഡ് അതിന്റെ ഏതൊരു കാനണിൽ പിന്നെയും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അതും പിന്നെ തർക്കത്തിലും കാര്യങ്ങളിലൊക്കെ പോയിട്ട് പിന്നെ അത് ക്ലാരിഫിക്കേഷനും അത് പിന്നീട് ഫുൾ ക്ലാരിഫൈ ആവുന്നത് പിൽക്കാലത്താണ്. പക്ഷെ അതിന്റെ എക്യുമെനിക്കൽ സ്റ്റാറ്റസ് ഗവേൺ ചെയ്യുന്നത് ഒരു മാർപ്പാപ്പയും ആ മാർപ്പാപ്പ അത് റാറ്റിഫൈ ചെയ്യുന്നതോട് കൂടിയിട്ടാണ് ഒരു എക്യുമെനിക്കൽ സ്റ്റാറ്റസ് തന്നെ ആ ഒരു കൗൺസിലിന് കിട്ടുന്നത്. ഒരു മാർപ്പാപ്പ അല്ലെങ്കിൽ ആ സി ഓഫ് റോം ഇല്ല, അല്ലെങ്കിൽ ആ പെട്രൈൻ പ്രൈമസി ആ അധികാരം അപ്ലൈ ചെയ്തില്ലെങ്കിൽ ഒരു എക്യുമെനിക്കൽ കൗൺസിൽ ഉണ്ടാവുകയില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുക, ഗ്രീക്ക് ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ അവർ 1054 കത്തോലിക്ക സഭയിൽ നിന്ന് സ്പ്ലിറ്റായി 2 പ്രാവശ്യം അവർ കത്തോലിക്ക സഭയായിട്ട് യുണൈറ്റ് ചെയ്തിട്ടുണ്ട്. 1240 പിന്നെ 1440 ഈ പറയുന്ന ഗ്രീക്ക് സഭ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ. ഈ സഭ ഇതുവരെ അവർക്ക് ഒരു എക്യുമെനിക്കൽ കൗൺസിൽ വിളിക്കാൻ പറ്റിയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അത് റാറ്റിഫൈ ചെയ്യുക. അപ്പൊ 3 സാധനങ്ങളുണ്ട്. ഒന്ന് പ്രിസൈഡ് ചെയ്യുക, കൗൺസിൽ പ്രിസൈഡ് ചെയ്യുക, ഒന്ന് കൺവോക്ക് ചെയ്യുക, ഒന്ന് റാറ്റിഫൈ ചെയ്യുക. മാർപ്പാപ്പ റാറ്റിഫൈ ചെയ്താൽ മാത്രമേ
അതിന് എക്യുമെനിക്കൽ സ്റ്റേച്ചർ കിട്ടുകയുള്ളൂ. ഇപ്പൊ FSS കൗൺസിൽ അന്നുണ്ടായിരുന്ന മാർപ്പാപ്പ സെലസ്റ്റിൻ ആണ്. ആ സെലസ്റ്റിൻ ആണ് സിറിൽ സെയിന്റ് സിറിലിന്റെ അടുത്ത് ഇന്ന കൗൺസില് കമ്മീഷൻ ചെയ്തത്, സിറിലിന് കമ്മീഷൻ ചെയ്തത് ഈ പറയുന്ന എന്താണ് സെലസ്റ്റിൻ പോപ്പ് സെലസ്റ്റിൻ. മാർപ്പാപ്പയാണ്, പോപ്പ് സെലസ്റ്റിൻ ആണ്. ഈ പോപ്പ് സെലസ്റ്റിന്റെ ഈ കൗൺസിൽ തീരുന്നോടുകൂടി ഈ പോപ്പ് സെലസ്റ്റിൻ കാലം ചെയ്യുകയാണ് ഉണ്ടാവുന്നത്. ഓക്കെ, പക്ഷെ ആ പോപ്പ് സെലസ്റ്റിന് ശേഷം അത് എനിക്ക് തോന്നുന്ന തിയോഡോഷ്യസ് എന്ന് പറഞ്ഞൊരു എംബറുമാണ് ഈ കൗൺസിൽ കൺവോക്ക് ചെയ്ത് വിളിച്ചു കൂട്ടി ആൾക്കാരെ, ബിഷപ്പുമാരെയും വിളിച്ചു കൂട്ടുന്നതൊക്കെ അന്നത്തെ ഒരു എംബറായിരുന്നു, തിയോഡോഷ്യസ് എന്ന് പറഞ്ഞ എംബറായിരുന്നു. ഈ പോപ്പ് സെലസ്റ്റിനും കമ്മീഷൻ ചെയ്ത് സെയിന്റ് സിറിൽ അത് പ്രിസൈഡ് ചെയ്തു. തിയോഡോഷ്യസ് അത് കൺവോക്ക് ചെയ്തു, ആൾക്കാരെ വിളിച്ചു കൂട്ടലും കാര്യങ്ങളൊക്കെ. ഇതിന് എക്യുമെനിക്കൽ സ്റ്റാറ്റസ് കിട്ടുന്നത് ആ പോപ്പ് സെലസ്റ്റിന്റെ കാലശേഷം വന്നിട്ടുള്ള ഒരു മാർപ്പാപ്പ, അല്ലെങ്കിൽ ആ മാർപ്പാപ്പ അതിനെ റാറ്റിഫൈ ചെയ്തപ്പോൾ മാത്രമേ അതിനൊരു എക്യുമെനിക്കൽ സ്റ്റാറ്റസ് FSSന് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതിനുശേഷം കുറെ എന്താ പറയാ റീയൂണിയൻ, ഫോർമുല ഓഫ് റീയൂണിയൻ ഒക്കെ ഉണ്ടായിരുന്നു സിറിലും ജോൺ ഓഫ് ആന്റിയോക്കും തമ്മിലൊക്കെ. അപ്പൊ ആ കൗൺസിലിന്റെ വിശദാംശങ്ങളിലേക്ക് വേണമെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പോവാം. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യേണ്ട കാര്യം, ഒരു കൗൺസിൽ റാറ്റിഫൈ മാർപ്പാപ്പ അല്ലെങ്കിൽ ആ ബിഷപ്പ് ഓഫ് റോം റാറ്റിഫൈ ചെയ്താൽ മാത്രമേ അത് എക്യുമെനിക്കൽ സ്റ്റേച്ചർ കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അതിന് എക്യുമെനിക്കൽ സ്റ്റേച്ചർ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി എന്തെങ്കിലും പെട്ടെന്ന് ഇത് ചെയ്യണ്ട. ഹലോ, ഞാൻ ജസ്റ്റ് ഒരു രണ്ടു മൂന്ന് കാര്യങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറയാം. അതായത് ഈ കൗൺസിൽസിനകത്തില് ഈ കൗൺസിൽസിനെ പറ്റി വിളിക്കുന്ന കാര്യത്തെ പറ്റിയും അത് റാറ്റിഫൈ ചെയ്യുന്ന കാര്യത്തെ പറഞ്ഞു. ഈ കൗൺസിൽസ് ബേസിക്കലി വിളിക്കപ്പെട്ടത് തന്നെ ഇഷ്യൂസ് സോൾവ് ചെയ്യാനാണ്. സഭകളിൽ ഉണ്ടായിരുന്ന ഇഷ്യൂസ്, പ്രത്യേകിച്ച് ഹെറസി, അതിനെ ഹാൻഡിൽ ചെയ്യുക, പല കാര്യങ്ങൾ തീരുമാനമെടുക്കുക, ഇതൊക്കെയാണ് ബേസിക്കലി കൗൺസിലിൽ. പക്ഷെ ഈ നിക്കിയ കൗൺസിലിന് മുമ്പേ ഈ ഇത്തരത്തിലുള്ള ഹെറസീസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ ഹെറസീസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ള, ഫോർ എക്സാമ്പിൾ പയസ് ഒന്നാമൻ, അദ്ദേഹത്തിന്റെ കാലഘട്ടം, അതായത് പോപ്പ് പയസ് ഒന്നാമന്റെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ AD 142 146 അല്ലെങ്കിൽ 160 ആ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹത്തിന്റെ കൃത്യമായിട്ട് പറയുവാണെങ്കിൽ. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഈ പോപ്പ് പയസ് അതിന്റെ കാലഘട്ടത്തിലാണ് ഈ വിഷയങ്ങൾ, പ്രത്യേകിച്ചും ഈ വെലന്റിയസും സെർഡോണും അതുപോലെ തന്നെ മാർസിയോൺ, അവരൊക്കെ റോമിലേക്ക് വന്ന തെറ്റായിട്ടുള്ള കാര്യം പ്രചരിപ്പിച്ച ഒരു കാലഘട്ടമാണ്. അന്നേരം അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പോപ്പ് പയസ് ഡയറക്ട്ലി. അവിടെ ഒരു കൗൺസിൽ കൺവീൻ ചെയ്തായിട്ട് കാണുന്നില്ല, മനസ്സിലായി? അവിടെ ഒരു കൗൺസിൽ കൺവീൻ ചെയ്യാതെ പോപ്പ് പയസ് ഡയറക്ട്ലി ഇവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ചെയ്യുന്നത്, മാർസിയോൺ ഉൾപ്പെടെ. ഹെറസിയായിട്ട് മാർസിയോണ്ട് പ്രത്യേകിച്ച് പിന്നീട് മറ്റൊരു കൗൺസിൽ കൂടി ഈ ഹെറസിയെ പറ്റി കൃത്യമായിട്ട് തീരുമാനിക്കുന്ന ചരിത്രം വേറെ ഉണ്ട് താനും. പക്ഷെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആദ്യമായിട്ട് പോപ്പ് ഡയറക്ട്ലി എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാണ്. ജസ്റ്റിൻ മാർട്ടിൻ, നമുക്കറിയാവുന്ന ഏറ്റവും വലിയൊരു സഭാ പിതാവാണ് ജസ്റ്റിൻ മാർട്ടിൻ. ജസ്റ്റിൻ മാർട്ടിൻ ഈ കാലഘട്ടത്തിൽ റോമാ സഭയിൽ വന്ന് തിയോളജിക്കൽ ക്ലാസ്സസ് എടുക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. അപ്പം സഭയെ സംബന്ധിച്ച് അന്ന് കൗൺസിൽസ് കൺവീൻ ചെയ്യുന്ന ഇപ്പൊ ഈ ഇങ്ങനത്തെ ഹെറസീസ് ഒക്കെ ആദ്യകാലങ്ങളിൽ വന്നപ്പോൾ സഭ അതിനെ ഹെറസിയാണെന്ന് പറഞ്ഞ് അതിനെ തള്ളുകയും അത്തരത്തിൽ ഈ ഹെറസീസ് ആണെന്ന് പറയാം അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ഡയറക്ട്ലി ചെയ്യുന്ന ചരിത്രങ്ങൾ തന്നെ ഈ നിക്കിയ കൗൺസിലിന് മുമ്പ് തൊട്ടുണ്ട്. നിക്കിയ കൗൺസിലിലേക്ക് വന്ന കാര്യം എന്താണ്? അപ്പം അതായത് കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ക്രിസ്ത്യാനിയായി മാറി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട്, റോമൻ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ സാമ്രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും സോൾവ് ആയി. ഇവിടെ ഇനി ഒരൊറ്റ കാര്യം മാത്രമേ സോൾവ് ആവുന്നുള്ളൂ. ഈ അലക്സാണ്ട്രിയയിൽ ഒരു വിഷയം വന്നിരിക്കുക, അറിയനിസം എന്നൊരു വലിയൊരു ഹെറസി വന്നു. അവിടെ തമ്മിൽ അറിയന്റെ ഒരു പ്രത്യേക ഗ്രൂപ്പുകൾ തമ്മിലുള്ള വിഷയങ്ങൾ അവിടെ അലക്സാണ്ട്രിയ സഭയിലും അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അന്ത്യോക്യയിലും ഒക്കെ വന്നിരിക്കുകയാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന അലക്സാണ്ടർ പോപ്പ് അലക്സാണ്ടർ, അദ്ദേഹത്തിനെതിരെയുള്ള അറിയൂസിന്റെ വിഷയങ്ങൾ, അറിയൂസ് എഴുതുന്ന വേദവിപരീതികൾ, അദ്ദേഹത്തിന്റെ ലേഖനങ്ങൾ, അപ്പൊ അത് ഭയങ്കര ഒരു പ്രശ്നകലുഷിതമായി മാറി. ഈ വിഷയം ഒരിക്കലും സഭയിലും രാജ്യത്തിലും പ്രശ്നം ഉണ്ടല്ല, ആ പ്രശ്നം സോൾവ് ചെയ്യണം എന്നുള്ളതാണ്. അതിന് ഇത് പ്രിസൈഡ് ചെയ്ത ഈ നിക്കിയ കൗൺസിൽ പ്രിസൈഡ് ചെയ്ത ഹോസിയസ് ഓഫ് കോർഡിബ, ഇപ്പം ജെ അതിനെ കാര്യം പറയുമായിരുന്നു. ഈ ഹോസിയസ് ഓഫ് കോർഡിബ അതിന് മുമ്പേ, ഈ നിക്കിയ കൗൺസിൽ വിളിക്കുന്നതിന് മുമ്പേ എങ്ങനെങ്കിലും ഈ വിഷയം സോൾവ് ചെയ്യാമോ എന്നുള്ള കാര്യം ഇദ്ദേഹത്തെ ഏൽപ്പിച്ചതാ മുമ്പേ കോൺസ്റ്റന്റൈൻ ചക്രവർത്തി. അപ്പൊ ഇദ്ദേഹം അതിന് മുമ്പ് ലോക്കൽ കൗൺസിൽസ് വിളിച്ചിട്ടുണ്ട് ഈ വിഷയമായിട്ട്, ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരെ ഇത് സോൾവ് ചെയ്യാനായിട്ട്. അങ്ങനെ സോൾവ് ചെയ്യാൻ കഴിയാഞ്ഞത് കൊണ്ടാണ് അവസാനം എക്യുമെനിക്കൽ കൗൺസിൽ വിളിക്കുന്നത്.
സോ ആ എക്യുമെനിക്കൽ കൗൺസിൽ വിളിക്കുന്നത് പോപ്പിന്റെ അനുമതിയോട് തന്നെയാണ്, അനുമതിയില്ലാതെ വിളിക്കാൻ പറ്റില്ല. അങ്ങനെ വിളിച്ചാണ്. ഇപ്പൊ നമ്മളിവിടെ പ്രത്യേകമായിട്ട് ഷൂപീഡികളൊക്കെ പലപ്പോഴും പറഞ്ഞ് നിങ്ങൾ കേട്ട് കാണും, ഞങ്ങളുടെ പാത്രികീസ് ആണ് അവിടെ പ്രിസൈഡ് ചെയ്ത് നോക്കുക. വളരെ പച്ചക്കള്ളമാണ്. നിങ്ങൾ എല്ലാ ഹിസ്റ്ററി എടുത്ത് നോക്കുക. ഹോസിയസ് ഓഫ് കോട്ടിബയാണ് ഹീസ് ദ വൺ ഹു ഹാഡ് പ്രിസൈഡഡ് ഓവർ ദി നിസിയൻ കൗൺസിൽ. അപ്പൊ നിക്കിയ കൗൺസിൽ പ്രിസൈഡ് ചെയ്തത് ഹോസിയസ് ഓഫ് കോട്ടിബയാണ്. അദ്ദേഹം റോമൻ പ്രൊവിൻസിലെ ഒരു ബിഷപ്പായിരുന്നു ഓർത്തോണം, റോമൻ ബിഷപ്പായ ഹോസിയസ് ഓഫ് കോർട്ടിബ. മാത്രമല്ല അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്തത് അതിനകത്ത് പോപ്പിന്റെ ഡയറക്ട് ലീഗേറ്റ്സ് ആണ്. അവരുടെ പേരുകൾ പോലും നിക്കിയ കൗൺസിൽ രേഖകളിൽ പറയുന്നുണ്ട്. അപ്പൊ അവരാണ് ഇദ്ദേഹത്തെ ഇത് കൗൺസിൽ ചെയ്യുന്നത്. അദ്ദേഹത്തിന് കുറച്ച് ശാരീരികമായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായിട്ട് പോപ്പിന്റെ ഡയറക്ട് ലീഗേറ്റ്സ് ആയിരുന്നു അത് ചെയ്തെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് ഈ നിക്കിയ കൗൺസിൽ വിളിച്ചത്. അപ്പൊ പോപ്പ് അന്നേരം ഡയറക്റ്റ്ലി വന്നില്ല, പക്ഷെ ഹിസ് ലീഗേറ്റ്സ് വെരി മച്ച് ദയർ. അപ്പൊ അത് പ്രിസൈഡ് ചെയ്ത് തന്നെ ഈ ലീഗേറ്റ്സിന്റെ, പോപ്പിന്റെ ഡയറക്ട് ലീഗേറ്റ്സിന്റെ അവരുടെ നിർദ്ദേശം അനുസരിച്ചാണ് അവിടെ കൺവീൻ ചെയ്തത്. മാത്രമല്ല അൾട്ടിമേറ്റ്ലി മുമ്പേ പറഞ്ഞു റാറ്റിഫൈ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വാക്കിനകത്തിൽ ബേസിക്കലി ഇത്ര ചിന്ത സൈൻ ചെയ്യണം, അണ്ടർസൈൻ ചെയ്യണം. ഈ കൗൺസിൽ പോപ്പ് സൈൻ ചെയ്താൽ മാത്രമേ കൗൺസിലായി മാറത്തുള്ളൂ. പോപ്പ് എക്യുമെനിക്കൽ കൗൺസിലായി മാറണമെങ്കിൽ പോപ്പ് റാറ്റിഫൈ ചെയ്യണം. അണ്ടർസൈൻ ചെയ്യുന്ന ആളെ ബേസിക്കലി ഉദ്ദേശിച്ചത് റാറ്റിഫൈ എന്ന് പറഞ്ഞാൽ. അപ്പൊ ഇത് സ്ഥിരീകരിക്കുക എന്നുള്ളത് പോപ്പിൻ മാത്രമാണ് നിഷിദ്ധമായിരുന്നത്. അതുകൊണ്ടാണ് ജെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് പിന്നീട് ഒരിക്കലും ഇവർക്ക് വിട്ടുപോയവർക്ക് ആർക്കും കൗൺസിൽസ് ഇല്ലാതെ, ഫോർ എക്സാമ്പിൾ ഓറിയന്റൽസ് വിട്ടുപോയി, 4ാമത്തെ കൗൺസിലിൽ അവർ വിട്ടുപോയി. പിന്നീട് അവർക്ക് ഒരിക്കലും ഒരു എക്യുമെനിക്കൽ കൗൺസിൽ ഇല്ല. എന്തുകൊണ്ടാണ് ഇല്ലാത്തത്? അവർക്ക് വിളിക്കാനുള്ള അധികാരമില്ല, അവർ കൺവീൻ ചെയ്യാനുള്ള അധികാരമില്ല, അവർക്കത് റാറ്റിഫൈ ചെയ്യാനുള്ള അധികാരമില്ല. 1100 ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ വിട്ടുപോയി. അതിനു മുമ്പ് വരെയുള്ള കൗൺസിൽസ് അവർക്ക് ഇക്യുമെനിക്കൽ കൗൺസിലാണ്. ഈ എക്യുമെനിക്കൽ കൗൺസിൽ ഇവര് സഭയ്ക്കകത്ത് സഭ വിട്ടുപോകുന്നതിന് മുമ്പേ, ഈസ്റ്റേൺ ഓർത്തഡോക്സ് സഭ വിട്ടുപോകുന്നതിന് മുമ്പേ ഇതിനകത്ത് വെച്ച് ഇവരൊരു എക്യുമെനിക്കൽ കൗൺസിൽ വിളിച്ചു കൂട്ടിയായിരുന്നു. അതിനാണ് ക്വിൻറ്റസെക്ഷൻ കൗൺസിൽ എന്ന് പറയുന്നത്, കൗൺസിൽ ഓഫ് ട്രൂളോ. അതൊരു എക്യുമെനിക്കൽ കൗൺസിൽ ആകേണ്ടതായിരുന്നു. കാരണം ചക്രവർത്തി ആണ് വിളിച്ചു കൂട്ടി. അത് 5ാമത്തെ എക്യുമെനിക്കൽ കൗൺസിലിന് ശേഷം ഉള്ള അതിന്റെ ബാക്കിയായിട്ട് എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഈ കൗൺസിലെ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ അത് അടുത്തൊരു എക്യുമെനിക്കൽ കൗൺസിൽ ആകേണ്ടതായിരുന്നു. പക്ഷെ പോപ്പ് അത് സൈൻ ചെയ്തില്ല, പോപ്പ് അത് റാറ്റിഫൈ ചെയ്തില്ല. അതുകൊണ്ട് മാത്രം എക്യുമെനിക്കൽ കൗൺസിൽ അല്ലാതായി പോയ കൗൺസിലാണ് കൗൺസിൽ ഓഫ് ട്രൂളോ. അപ്പം ഈ പോപ്പ് അത് മാത്രമല്ല, കൗൺസിൽ ഓഫ് ട്രൂളോ വളരെ ഇമ്പോർട്ടന്റ് കൗൺസിൽ. കാരണം ബൈബിൾ കാനോനെ സംബന്ധിച്ച് വീണ്ടും അത് റീഅഫേം ചെയ്ത, പ്രത്യേകിച്ച് ഏതൊക്കെ പുസ്തകങ്ങളാണെന്ന് കാനോണിൽ എഴുതി വെച്ചിട്ടുള്ള ഒരു കൗൺസിലാണ് ഈ പറയുന്ന കൗൺസിൽ ഓഫ് ട്രൂളോ. അതൊരു പ്രധാനപ്പെട്ട കൗൺസിൽ ആവേണ്ടതായിരുന്നു. പക്ഷേ അത് ഈസ്റ്റേൺ ഓർത്തഡോക്സുകാരെ, പ്രത്യേകിച്ച് ഈ പറയുന്ന ചക്രവർത്തിയുടെ ഒരു അപ്രമാദിത്വം കാണിക്കാൻ വേണ്ടി ചെയ്തുകൊണ്ട് പോപ്പ് അത് റാറ്റിഫൈ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ അതൊരു എക്യുമെനിക്കൽ കൗൺസിലായി മാറിയില്ല എന്നുള്ളതാണ്. അപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ 1100 ഇവർ വിട്ടുപോയതിനു ശേഷം അവർക്ക് പിന്നീട് ഒരിക്കലും ഒരു എക്യുമെനിക്കൽ കൗൺസിൽ വിളിക്കുക. ആരൊക്കെ സഭയിൽ നിന്ന് വിട്ടുപോകുന്നു അവർക്ക് അന്ന് മുതൽ അവരുടെ കൗൺസിൽസ് അവസാനിക്കുകയാണ്. ഈ പറയുന്ന ഒരു കാര്യങ്ങളും പിന്നീട് അവർക്ക് തീരുമാനിക്കാനോ കൺവിൻ ചെയ്യാനോ റാറ്റിഫൈ ചെയ്യാനോ അവർക്ക് അവകാശമില്ല. ബിക്കോസ് all those things fully vested with the Roman bishop. ഇതാണ് റിയൽ ഫാക്ട്. അപ്പം കൗൺസിൽ ഞങ്ങൾക്ക് 3 കൗൺസിലേ ഉള്ളൂ. 3 പുണ്യപ്പെട്ട സുനഹദോസ് എന്ന് പറഞ്ഞാൽ ആ പുണ്യപ്പെട്ട സുനഹദോസുകളായത് പോപ്പ് റാറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രമാണ്. മാത്രമല്ല 2ാമത്തെ കൗൺസിലിനെ പറ്റി പറഞ്ഞു, അത് ഞാൻ ഒന്നുകൂടി വിശദമാക്കാം. അതായത് 2ാമത്തെ കൗൺസിൽ, ഈ ആദ്യത്തെ കൗൺസിൽ പോപ്പിന്റെ അനുമതിയോടാണ് വിളിച്ചു കൂട്ടുന്നതും പോപ്പിന്റെ ഡയറക്റ്റ് എന്താ പറയുക, പോപ്പ് ഡയറക്ട്ലി പങ്കെടുത്തില്ലെങ്കിലും പോപ്പിന്റെ പ്രൊവിൻസിലുള്ള ബിഷപ്പായ ഹോസിയസ് ഓഫ് കോഡിബയാണ് അത് കൺവീൻ ചെയ്യുന്നത്. അത് പ്രിസൈഡ് ചെയ്യുന്നത്. അപ്പം 2ാമത്തെ കൗൺസിലില് ഈ റോമൻ ലീഗേറ്റ്സോ അല്ലെങ്കിൽ ഡെലിഗേഷൻസ് ഒന്നും അറ്റൻഡ് ചെയ്യാത്ത ഒരു കൗൺസിലാണ് കൗൺസിൽ ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ. ആ കൗൺസിലിൽ ഒരു ലോക്കൽ കൗൺസിൽ മാത്രമായിരുന്നു, കോൺസ്റ്റന്റിനോപ്പിളിൽ വിളിച്ചു ചേർത്ത ഒരു ലോക്കൽ കൗൺസിൽ മാത്രമായിരുന്നത്. ഓറിയന്റൽസ് മാത്രമാണ് അതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. ഓറിയന്റൽ സ്ഥലമാണ്, എന്താ പറയുക, ഫാർ ഈസ്റ്റ് ഭാഗങ്ങളിൽ പെടുന്ന ബിഷപ്പ്മാർ മാത്രമാണ് അതിനകത്ത് പങ്കെടുത്തിരിക്കുന്നത്. പക്ഷെ ആ ഒരു കൗൺസിലിന്റെ ഒരു പ്രാധാന്യം, പ്രത്യേകിച്ച് നിക്കിയ കൗൺസിലിന്റെ ഒരു എക്സ്റ്റൻഷൻ ആയിരുന്നു. ക്രീഡിന്റെ എക്സ്റ്റൻഷൻസ് അതിനകത്ത് വന്നു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ സംബന്ധിച്ചുള്ള വാചകങ്ങളൊക്കെ അതിനകത്തല്ല ചേർക്കുന്നത്. മാത്രമല്ല സെമി അറിയനിസം, മാസിഡോണിയനിസം, പ്രധാനപ്പെട്ട ഈ ഹെറസിസ് ഒക്കെ അവിടെ കണ്ടം ചെയ്യുന്നതാണ് ആ കൗൺസിൽ. അപ്പൊ ആ കൗൺസിലിന്റെ പ്രാധാന്യം അംഗീകരിച്ചുകൊണ്ട് ഒരു ലോക്കൽ കൗൺസിലിനെ കാൽസിഡോൺ കൗൺസിലിന് ശേഷമാണ്, ആ കൗൺസിൽ വെച്ചിട്ടാണ് പോപ്പ് അംഗീകരിക്കുന്നത്. പോപ്പ് അന്നത് റാറ്റിഫൈ ചെയ്തുകൊണ്ട് മാത്രം ഈ കൗൺസിൽ എന്തായി? ഈ കൗൺസിൽ ഒരു എക്യുമെനിക്കൽ കൗൺസിലായി. പൊതു സുനഹദോസ് എന്ന് പറയുമ്പോൾ ഈ പിന്നീട് കാൽസിഡോൺ കൗൺസിലിന് ശേഷം, കാൽസിഡോൺ കൗൺസിലിന് മുമ്പേ ഞങ്ങൾ കാൽസിഡോൺ കൗൺസിൽ അംഗീകരിക്കാതെ വിട്ടുപോയതാന്ന് പറയുന്ന കൂട്ടരോട് എനിക്ക് ചോദിക്കാനുള്ളത്,
കാൽസിലോൺ കൗൺസിൽ വെച്ച് നിങ്ങൾ അംഗീകരിക്കത്തില്ലല്ലോ കാൽസിലോൺ കൗൺസിൽ. ആ കാൽസിലോൺ കൗൺസിലാണ് ഈ രണ്ടാമത്തെ ഈ ഈ കൗൺസിൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എക്യൂമെനിക്കൽ കൗൺസിൽ എന്ന് പറയുന്നത്, കൗൺസിൽ ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ, അതൊരു എക്യൂമെനിക്കൽ കൗൺസിലായിട്ട് ഉയർത്തുന്നത്. അപ്പൊ നിങ്ങൾ ആ ഭാഗം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ട്, ബാക്കി നിങ്ങൾ അംഗീകരിക്കുന്നവർ ഇരട്ടത്താപ്പല്ലയോ? അപ്പൊ നിങ്ങളുടെ ഒരു കൗൺസിൽ ഞങ്ങളുടെ കൗൺസിലാണെന്ന് പറയുമ്പോൾ തന്നെ അതിനൊരു എക്യൂമെനിക്കൽ സ്റ്റാറ്റസ് വരണമെങ്കിൽ പോപ്പ് സൈൻ ചെയ്യണമായിരുന്നു. ബേസിക്കലി മനസ്സിലായി. പിന്നെ മൂന്നാമത്തെ കൗൺസിലിനെ പറ്റി ജെ വളരെ കൃത്യമായിട്ട് പറഞ്ഞു ഇവിടെ. അതായത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയ. അന്നും നിങ്ങൾ ചിന്തിക്കേണ്ടത്, അന്നത്തെ വിഷയങ്ങളൊക്കെ ആദ്യം അറീനിസം ഒരു വിഷയമായി, സെമി അറീനിസം വിഷയം, അപ്പല്ലോണിസം വന്നിട്ടുണ്ട്, അതുപോലെ മാസഡോണിസം വന്നു, പിന്നെ വന്ന നെസ്റ്റോറിനിസം ഒരു വിഷയം. ഇപ്പൊ നെസ്റ്റോറിനിസം എന്നുള്ള വിഷയത്തിലാണ് സിറിൽ ഈ കൗൺസിൽ വിളിച്ചു കൂട്ടുന്നത്. അപ്പൊ അത് ചക്രവർത്തിക്ക് താല്പര്യമില്ലായിരുന്നു. ബിക്കോസ് ചക്രവർത്തി നെസ്റ്റോറിയസിന് അനുകൂലമായ ഒരു നിലപാടായിരുന്നു. കാരണം അദ്ദേഹം കോൺസ്റ്റാന്റിനോപ്പിളിലെ ബിഷപ്പായിരുന്നു. നെസ്റ്റോറിയസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ സ്കൂൾ എന്ന് പറയുന്നത് ഹീസ് ഫ്രം അന്ത്യോക്ക്, അന്ത്യോക്കിലെ വന്ന ഒരു ബിഷപ്പാണ്. അദ്ദേഹത്തെ കോൺസ്റ്റാന്റിനോപ്പിളിലെ പാത്രികസ് ആക്കുന്നു എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ അന്ന് ഈ പറയുന്ന ഹെറസിന്റെ ഒക്കെ ഒരു ഉറവിടം എന്ന് പറഞ്ഞാൽ കൂടുതലും അലക്സാണ്ട്രിയയും അന്ത്യോക്കുമാണ്. അറീനിസം വന്നത് അലക്സാണ്ട്രിയയിൽ നിന്നാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന ഈ മാസിഡോണിസം, അതുപോലെ തന്നെ സെമി അറീനിസം, പിന്നെ അപ്പലോണിസം, ഈ പറയുന്ന എല്ലാം ഇവിടുന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒറിഗൻ അലക്സാണ്ടർ അത് തന്നെ. അപ്പൊ ഒറിഗൻ ഒരു ഹെററ്റിക് ആയിരുന്നു. അപ്പൊ അവർ മുഖാന്തരം അപ്പക്കറ്റാസസ് ഒക്കെ വരുന്നത്. ഈ പറയുന്ന ഈ ഒട്ടുമിക്കാനും എല്ലാ ഹെറസീസും വന്നിരിക്കുന്നത് അലക്സാണ്ട്രിയ എന്നും അന്ത്യോക്യ ഈ രണ്ട് സ്കൂൾസിൽ നിന്നാണ് ഹെറസീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്കായിരുന്നു ഇവരെ നേരിടേണ്ട പ്രധാന കടമ ഉണ്ടായിരുന്നത്. അപ്പം എന്തുകൊണ്ട് റോമിലല്ല കൗൺസിൽ എന്ന് ചോദിച്ചാൽ, റോമിൽ അവിടെ പ്രശ്നമില്ലായിരുന്നു. റോമിൽ പ്രശ്നം ഉണ്ടായിരുന്ന ചരിത്രം നമ്മൾ നേരത്തെ കാണുന്നുണ്ട്. ഈ മാസിയോന്റെ വിഷയങ്ങളൊക്കെ സഭ അന്നേരമേ, ഈ മൊട്ടാനിസം തൊട്ടുള്ള വിഷയങ്ങളൊക്കെ സഭ അന്നേരമേ, സഭയെന്നല്ല പോപ്പ് തന്നെ ഡയറക്ട്ലി അത് ഈ വിഷയങ്ങളൊക്കെ അബ്സോർബ് ചെയ്ത് വിടുന്ന കാണുന്നത്. അപ്പൊ ഇവരെ സംബന്ധിച്ച് ഇവരെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് കൗൺസിൽ കൺവീൻ ചെയ്തിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കേണ്ട വിഷയങ്ങളായിട്ട് വരുന്നത്. അപ്പൊ മൂന്നാമത്തെ കൗൺസിൽ നെസ്റ്റോറിയൻ, അതായത് എഫെസോസിലെ കൗൺസിൽ നെസ്റ്റോറിയനിസം ആയിരുന്നു പ്രധാനപ്പെട്ട വിഷയം. ആ കൗൺസിൽ വിളിക്കാനായിട്ട് എംപററിന്, ചക്രവർത്തിക്ക് താല്പര്യമില്ലായിരുന്നു. കാരണം അദ്ദേഹം നെസ്റ്റോറിയസിന് അനുകൂലമായിരുന്നു. കാരണം അദ്ദേഹം ചെറിയ പ്രായക്കാരനായിരുന്നു. നെസ്റ്റോറിയസിനെ വലിയൊരു പിതാവായിട്ടൊക്കെ അദ്ദേഹം കാണുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നെസ്റ്റോറിയസിന് എതിരെ നിൽക്കാനായിട്ട് അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലായിരുന്നു. അതേസമയം ഈ വിഷയം സോൾവ് ചെയ്യാനായിട്ട് സിറിൽ ചെയ്യുന്നതാണ് പോപ്പിന്റെ അനുമതി വാങ്ങിക്കുക ചെയ്യുന്നത്. പോപ്പ് സെലസ്റ്റിന്റെ അനുമതി വാങ്ങിച്ചിട്ട് ആ അനുമതി പത്രം, ആ ലെറ്ററും കൊണ്ടാണ് വന്നിട്ടാണ് ഇദ്ദേഹം ഇത് കൺവീൻ ചെയ്യുന്നത്, ഈ കൗൺസിൽ കൺവീൻ ചെയ്യുന്നത്. ആ കൗൺസിലിൽ നടന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ വിശദമായിട്ട് പോയി വായിക്കണം. ഈ ഓരോ കൗൺസിൽസിന്റെയും പ്രൊസീഡിങ്സ് അവൈലബിൾ ആണ്. നിക്കിയ കൗൺസിലിന്റെയും കോൺസ്റ്റാന്റിനോപ്പിൾ കൗൺസിലിന്റെയും അതുപോലെ തന്നെ എഫെസോസിലെ കൗൺസിലിന്റെയും ശേഷമുള്ള ഈ കാൽസിഡോൺ കൗൺസിൽ, ഇങ്ങനെ ഓരോ കൗൺസിൽസിന്റെയും ഈ പ്രൊസീഡിങ്സ് അവൈലബിൾ ആണ്. അവിടെ നടന്നു, എന്ത് സംഭവങ്ങൾ അവിടെ എഴുതി, ഇതൊക്കെ ഓരോ മിനിറ്റ്സും എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എഫെസോസ് കൗൺസിൽ നടന്നിരിക്കുന്നത്, സിറിൽ അവിടെ കൗൺസിൽ കൂടി പോപ്പിന്റെ ലെറ്ററും കൊണ്ടാണ് വരുന്നത്. ആ പോപ്പിന്റെ ലെറ്റർ എന്ന് പറഞ്ഞാൽ കുറച്ച് ടൈം കൊടുക്കുക, 20 days സം ഡേയ്സ് കൊടുക്കുക. ആ ഡേയ്സിനുള്ളിൽ അദ്ദേഹം താൻ പറഞ്ഞത് തിരുത്തിയില്ല എങ്കിൽ അദ്ദേഹത്തെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയാ പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ്, ആ ലെറ്ററും കൊണ്ടാണ്. അങ്ങനെ മാത്രമല്ല, ഈ കൗൺസിൽ കൺവീൻ അത് ചെയ്തില്ലെങ്കിൽ കൗൺസിൽ കൺവീൻ ചെയ്യാൻ വേണ്ടിയാണ് പറയുന്നത്. അങ്ങനെയാണ് കൗൺസിൽ കൺവീൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ അതിനകത്ത് തീരുമാനമായി വന്നപ്പോൾ അതിന് എതിർനിന്ന ആരാണ്? ജോൺ ഓഫ് അന്ത്യോക്കാണ്. അപ്പൊ അന്ത്യോക്കയിലെ അന്നത്തെ പാത്രിക്കീസ് ആയിരുന്ന യുഹാനോൻ, ജോൺ ഓഫ് അന്ത്യോക്ക്, അദ്ദേഹം ലേറ്റ് ആയിട്ടാണ് കൗൺസിൽ വന്നത്. അദ്ദേഹം വന്ന ഉടനെ അറിയുന്നത് നെസ്റ്റോറിയസിനെ പുറത്താക്കി എന്നുള്ളതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഒരു സമാന്തര കൗൺസിലും കൂടി. 80ഓളം ബിഷപ്പ്മാരെന്ന് അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതായത് 60 മുതൽ 80ഓളം ബിഷപ്പ്മാരെന്ന് ഇദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹം ഒരു സമാന്തരമായിട്ടൊരു കൗൺസിൽ ജോൺ ഓഫ് അന്ത്യോക്ക് കൂടുക ചെയ്യുന്നത്. എന്നിട്ട് ഈ ജോൺ ഓഫ് അന്ത്യോക്ക് സിറിലിനെയും പുറത്താക്കി. മനസ്സിലായോ? സിറിൽ ഓഫ് അലക്സാണ്ട്രിയെ ഈ അന്ത്യോക്യയിലെ പാത്രിക്കീസ് പുറത്താക്കി. അദ്ദേഹം ഒരു സമാന്തര കൗൺസിൽ കൂടിയിട്ട്. അങ്ങനെ വളരെ പ്രശ്നകലുഷിതമായിരുന്നത്. അവസാനം ഈ കൗൺസിലിന്റെ അവസാന സമയത്താണ് ഇവർ വെയിറ്റ് ചെയ്യുന്നത് പോപ്പിന്റെ ലെറ്റർ, ഫൈനൽ ലെറ്റർ വരാനായിട്ട്. അങ്ങനെ അവസാനം പോപ്പിന്റെ ലെറ്റർ വളരെ ലേറ്റ് ആയിട്ടായാലും വരികയും ആ ലെറ്റർ അവിടെ വായിക്കുന്നതിന് തൊട്ട് മുമ്പേ ഇദ്ദേഹത്തെ നെസ്റ്റോറിയസിനെ പുറത്താക്കാനുള്ള തീരുമാനമൊക്കെ ആയി കഴിഞ്ഞു. മാത്രമല്ല സമാന്തരമായിട്ട് ഓൾറെഡി അവിടെ മറ്റൊരു കൗൺസിലും കൂടി അവർ ഇങ്ങോട്ടും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഇങ്ങനെ വിഷയത്തിൽ നിൽക്കുമ്പോഴാണ് പോപ്പിന്റെ ലെറ്റർ വരുന്നത്. പോപ്പിന്റെ ലെറ്ററിനകത്ത് പറയുന്നത് എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഉത്തരവാണ് കൊടുക്കുന്നത്. അത് വായിക്കുന്നുണ്ടെ അവിടെ കരഘോഷത്തോടെയാണ്, ദൈവത്തിനെ സ്തുതിച്ചുകൊണ്ടാണ് അവിടെ കൗൺസിലുള്ള ബിഷപ്പ്മാരവിടെ. കാരണം പീറ്റർ ഹാസ് സ്പോക്കൺ, പീറ്റർ സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പത്രോസിനെയും പൗലോസിനെയും തുലനം ചെയ്തുകൊണ്ടാണ് പോപ്പ് സെലസ്റ്റിനെയും ഇവിടെ സിറിലിനെയും പ്രേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ആ കൗൺസിൽ അവസാനിക്കുന്നത്.
മനസ്സിലായി? അപ്പൊ ഇവിടെ തീരുമാനം എടുക്കുന്ന സിറിൽ തീരുമാനം എടുത്തു വെച്ചിരിക്കുന്ന തീരുമാനം പോപ്പ് നേരത്തെ റാറ്റിഫൈ ചെയ്ത് ലെറ്റർ പതുക്കെ വരാൻ താമസിച്ചു. അപ്പം ആ പോപ്പിന്റെ അധികാരം നിങ്ങൾ നോക്കുക. മനസ്സിലായി? അപ്പൊ ഈ ഓൾ ത്രൂ ദീസ് കൗൺസിൽസ് കത്തോലിക്ക സഭ ഇല്ലെന്നൊക്കെ പറഞ്ഞ് അടിച്ചു വിടുന്ന വിവരദോഷികൾ ഈ കൗൺസിൽസ് പ്രൊസീഡിങ്സും ഇതിന്റെ കാനോൺസും ഒക്കെ എടുത്ത് വായിക്കണം. അപ്പൊ ഇത് വായിച്ചാൽ മാത്രമേ ബേസിക്കലി. പിന്നെ മറ്റൊരു കാര്യം കൂടി ഇവർ തെറ്റായിട്ട് പറയുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ഈ കൗൺസിൽസിനെ പറ്റി 3 കൗൺസിലെ വിടാം. അതായത് ഈ നിക്കിയ കൗൺസിലിന്റെ ആറാമത്തെ കാനോൻ എടുത്തു വെച്ചിട്ടാണ് ഇവര് പറയുന്നത് ഈ 3 പാട്രിയർക്കേറ്റ് ഉണ്ട്. അതിനകത്തില് മറ്റേ ഈ പറയുന്ന അലക്സാണ്ട്രിയയുടെ കാര്യത്തിൽ ജൂറിസ്ഡിക്ഷൻ പറയുന്നുണ്ട്, പിന്നെ അന്ത്യോക്യ കോൾ ഓഫ് ഈസ്റ്റ് പറയുന്നുണ്ട്, അങ്ങനെ റോമിന്റെ കാര്യം പറഞ്ഞെന്നാ പറയുന്നത്. പക്ഷേ നിങ്ങൾ ആ കാനോൻ ശരിക്കും എടുത്ത് വായിക്കണം. നിങ്ങൾക്ക് ചരിത്രത്തിൽ ത്രൂ ഔട്ട് ദ ഹിസ്റ്ററി നിങ്ങൾക്ക് ഒരിടത്ത് പോലും ഈ പോപ്പിന് ഒരു റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ അല്ലെങ്കിൽ ബിഷപ്പ് ഓഫ് റോമിന് ഒരു റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ എങ്ങും പറയുന്നില്ല. ഈ കൗൺസിൽ, ഈ 6ാമത്തെ കൗൺസിലും, അതായത് നിക്കിയ കൗൺസിലിന്റെ കാനോൻ 6, ആ കാനോൻ ഞാൻ ഒരു മിനിറ്റ് ഒന്ന് എടുക്കട്ടെ. അപ്പൊ കാനോൻ 6ലും പോലും ഒരിടത്തും പറയുന്നില്ല അതായത് ഈ ബിഷപ്പ് ഓഫ് റോമിന്, ഈ റോമ ബിഷപ്പിന് ഈ റോമിന്റെ പ്രൊവിൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ പ്രൊവിൻസ് മാത്രമേ ഉള്ളൂ എന്നൊരു ചരിത്രം, അങ്ങനെ ഒരു കാര്യമേ ചരിത്രത്തിൽ പറയുന്നില്ല. ഈ 6ാം കൗൺസിൽ പറയുന്ന ഭാഗം ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, ഒരു മിനിറ്റ്. അതിനകത്ത് 6ാം കൗൺസിൽ പറയുന്നത് ഇതാണ്, അതായത് ലെറ്റ് ദ ഏൻഷ്യന്റ് കസ്റ്റംസ് ഇൻ ഈജിപ്റ്റ്, ലിബിയ ആൻഡ് പെന്റപ്പോളിസ് പ്രിവെയിൽ, that the bishop of Alexandria have jurisdiction in all these, since the like is the customary for the bishop of Rome also. കേട്ടണം. അപ്പൊ ഇതാണ് സെന്റൻസ്. ഈ സെന്റൻസിനെയാണ് ഇവര് ഒന്ന് അലക്സാണ്ട്രിയ ബിഷപ്പ് ഉണ്ട്, അതുപോലെ തന്നെ ബിഷപ്പ് ഓഫ് റോം ഉണ്ട് എന്ന് പറഞ്ഞ് ഇവർ പറയുന്ന ഒരു രീതിയാണ്. പക്ഷേ അതിന്റെ റിയൽ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ റിയൽ അർത്ഥം എന്ന് വെച്ചാൽ, അവിടെ പറയുന്നത് ലെറ്റ് ദ കസ്റ്റംസ് ഇൻ ഈജിപ്റ്റ്, ലിബിയ ആൻഡ് പെന്റപ്പോളിസ്, ഈ 3 സ്ഥലമാണ് പറയുന്നത്. ഈ 3 സ്ഥലത്തെയും അധികാരം ആർക്കാണ്? ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയക്കാണ്. ആ ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയ ജൂറിസ്ഡിക്ഷനിൽ പെടുന്നതാണ് ഈജിപ്റ്റ്, ലിബിയ, പെന്റപ്പോളിസ്. പെന്റപ്പോളിസ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഗാസ തൊട്ടുള്ള ഇങ്ങോട്ടുള്ള താഴോട്ടുള്ള ഭാഗങ്ങളാണ്. ഈ ഭാഗങ്ങളും, അതായത് ഇത് ചെറിയൊരു ഭൂപ്രദേശമാണ്, വലിയൊരു ഭൂപ്രദേശമല്ല കേട്ടോ. ഈജിപ്തും ലിബിയയും പിന്നെ അതുപോലെ തന്നെ പെന്റപ്പോളിസ് ചെറിയൊരു ഭൂപ്രദേശം. ഈ ഒരു ഭൂപ്രദേശത്തെ ജൂറിസ്ഡിക്ഷൻ ആണ് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയക്ക് ഉള്ളത്. എന്നിട്ട് പറയുന്നത് സെയിം സെൻസ്, ലൈക്ക് സിൻസ് ദ ലൈക്ക് ഈസ് എ കസ്റ്റമറി ഓഫ് ദ ബിഷപ്പ് ഓഫ് റോം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് ട്രാൻസ്ലേഷന്റെ ഒരു വിഷയമാണ്. അവിടെ ഉദ്ദേശിക്കുന്നത് സിൻസ് ദ ലൈക്ക് ഇസ് എ കസ്റ്റമറി ഓഫ് ദ ബിഷപ്പ്, എന്നാൽ ബിഷപ്പ് ഓഫ് റോം ഇതാണ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ദാറ്റ് ഇസ് ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയ എന്നാണ്. പക്ഷെ ഇതെടുത്തിട്ട് ഓറിയന്റൽസും അതുപോലെ തന്നെ ഈസ്റ്റേൺ ഓർത്തഡോക്സും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും. അതായത് ഈ ബിഷപ്പ് ഓഫ് റോമിന്റെ ജൂറിസ്ഡിക്ഷൻ അവിടെ വേറെ ഉണ്ടെന്നുള്ള. പക്ഷെ ഈ സെന്റൻസ് നോക്കിയാൽ, അപ്പൊ നിങ്ങൾ സെന്റൻസ് പ്രോപ്പർലി വായിക്കുക. ഞാൻ ആ സെന്റൻസ് ഒന്നുകൂടി വായിച്ചു കഴിക്കുക. അതായത് ലെറ്റ് ദ ഏൻഷ്യന്റ് കസ്റ്റംസ് ഓഫ് ഈജിപ്റ്റ്, ലിബിയ, പെന്റപ്പോളിസ് പ്രിവെയിൽ, that the bishop of Alexandria have jurisdiction in all these, since the like is a customary of the bishop of Rome also. അപ്പൊ അങ്ങനെ ആ കാനോൻ നിങ്ങൾ ആ സെന്റൻസ് എടുത്ത് വായിച്ചു നോക്ക്. വായിച്ചാൽ അതിന്റെ അർത്ഥം ഈ പറയുന്ന ഈജിപ്തും ലിബിയയും അതുപോലെ പെന്റപ്പോളിസിലും ജൂറിസ്ഡിക്ഷൻ ബിഷപ്പ് ഓഫ് അന്ത്യോക്യനും ഉണ്ട്, അതുപോലെ തന്നെ ബിഷപ്പ് ഓഫ് റോമിനും ഉണ്ടെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ മറ്റൊരു ജൂറിസ്ഡിക്ഷൻ ബിഷപ്പ് ഓഫ് റോമിനെ പറ്റി പറയുന്നില്ല. അതിനകത്ത് കൂട്ടിച്ചേർത്തിക്കുന്ന വാക്ക് സിൻസ് ലൈക്ക് ഈസ് എ കസ്റ്റമറി വിത്ത് ബിഷപ്പ് ഓഫ് റോം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ മറ്റൊരു ജൂറിസ്ഡിക്ഷൻ റോമിനുണ്ട് എന്നൊരു കാര്യമല്ല അവിടെ പറയുന്നത്. അവിടെ ബേസിക്കലി പറയുന്നത് അതാണ് ട്രഡീഷൻ, അത് ബിഷപ്പ് ഓഫ് റോം അംഗീകരിക്കുന്ന ട്രഡീഷൻ അതാണെന്നാണ് പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നീട് അടുത്ത പോയിന്റ് പറയുന്നത് അന്ത്യോക്യക്ക്, പിന്നെ ലൈക്ക് ഇൻ അന്ത്യോക്യൻ ഓൾസോ അതർ പ്രൊവിൻസസ് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്ത്യോക്യക്ക് ഓൾ ഓഫ് പീസ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി കൂടുതലായിട്ട് ഈ കൗൺസിൽസിന്റെ കാനോന്റെ എലാബറേഷൻസ് ഉണ്ട്. അപ്പൊ അതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് വായിക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രേ ഉള്ളൂ. അതായത് ഒരിടത്തും റെസ്ട്രിക്റ്റഡ് പ്രൊവിൻസ്, ഇവിടെ ഇപ്പം ബിഷപ്പ് ഓഫ് അലക്സാണ്ട്രിയക്ക് ലിബിയ, ഈജിപ്റ്റ്, പെന്റപ്പോളിസ് ഇത് 3 ഉള്ളൂ, അതാണ് ജൂറിസ്ഡിക്ഷൻ. അതുപോലെ തന്നെ അന്ത്യോക്കിന്റെ കാര്യം, അന്ത്യോക്ക് പിന്നെ റെസ്റ്റ് ഓൾ ഓഫ് ഈസ്റ്റ് എന്നുള്ള ഭാഗമാണ് അന്ത്യോക്യ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് വെസ്റ്റേൺ എന്ന് പറഞ്ഞ ഒരു പ്രൊവിൻസ് ആയിട്ട് ഒരിക്കലും പറഞ്ഞിട്ടില്ല. മാത്രമല്ല ഈ പറയുന്ന റെസ്ട്രിക്റ്റഡ് പ്രൊവിൻസ് അങ്ങനെ ഒരു കാര്യം ജൂറിസ്ഡിക്ഷൻ ബിഷപ്പ് ഓഫ് റോമിന് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കാര്യം, ഇവിടെ എല്ലായിടത്തും എന്ന് പറഞ്ഞാൽ ഈ ഇപ്പം അരിയനിസം വിഷയമായി വന്നത് അലക്സാണ്ട്രിയയിലാണ്. പക്ഷെ ഈ വിഷയത്തിൽ കൗൺസിൽ കൂടി ആ വിഷയം റാറ്റിഫൈ ചെയ്യുന്ന ഫൈനലി പോപ്പാണ്. മനസ്സിലായോ? 2ാമത്തെ കോൺസ്റ്റന്റിനോപ്പിളിന്റെ കാര്യം അവസാനം അൾട്ടിമേറ്റ്ലി റാറ്റിഫൈ ചെയ്യുന്ന പോപ്പാണ്. 3ാമത്തെ കൗൺസിൽ ഓഫ് എഫെസസ് അവിടെയും പോപ്പിന് ലെറ്ററിന് വേണ്ടി കാത്തിരുന്നു സിറിൽ ഓഫ് അലക്സാണ്ട്രിയ. അപ്പൊ ഇതിന്റെയൊക്കെ അർത്ഥം എന്താണ്? ബിക്കോസ് ഈ ഓവറോൾ ഞാൻ തുടക്കത്തിൽ ഞാൻ ആദ്യമേ പറഞ്ഞു, ഈ കൗൺസിൽസ് കൂടുന്നതിന് മുമ്പേ ചരിത്രം പറഞ്ഞു,
അതായത് പോപ്പ് ക്ലെമന്റ് ഓഫ് റോം തൊട്ട് മറ്റ് മറ്റ് സ്ഥലങ്ങളിൽ തന്റെ പ്രവിശ്യകൾക്ക് അപ്പുറമുള്ള സ്ഥലങ്ങളിൽ പോലും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അവരോട് കമാൻഡ് ചെയ്യുകയും ചെയ്യുന്ന കാര്യങ്ങൾ ചരിത്രത്തിൽ ത്രൂ ഔട്ട് കാണുന്നുടനെ ഇവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടത് ബിഷപ്പ് ഓഫ് റോമിന് ദർ ഇസ് നോ റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ. ഹീസ് ദ പോപ്പ് ഓഫ് ഓവർ ഓൾ ചർച്ച്. അതുകൊണ്ടാണ് യൂണിവേഴ്സൽ കാത്തലിക് സഭ എന്ന് നമ്മൾ പറയുന്നത്. അതാണ് അന്ത്യോക്യയിലെ ഇഗ്നാത്യൂസും പറയുന്നത്. കാത്തോലിക് സഭ എല്ലാ സഭകളുടെയും പ്രിസൈഡ് ചെയ്യുന്നത് പോപ്പാണെന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് കാണുന്നത്. അല്ലാതെ റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ എവിടെയെങ്കിലും ഇന്ന ഭാഗം മാത്രമെന്ന് ഏതെങ്കിലും കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെല്ലുവിളിക്കുക. ഏതെങ്കിലും ഒരു ഭാഗത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവാ. അപ്പം റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ പറഞ്ഞിട്ടുണ്ട്, അലക്സാണ്ട്രിയക്ക് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അന്ത്യോക്യക്ക് പറഞ്ഞിട്ടുണ്ട്. ഈ അന്ത്യോക്യയിലെ കാര്യം പറയുമ്പോൾ ഓൾ ഓഫ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത കൗൺസിൽ, കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിൽ തന്നെ പുതിയൊരു പാട്രിക്കേറ്റ് വരികയാണ്. കോൺസ്റ്റന്റിനോപ്പിൾ എന്ന് പറയുന്ന പാട്രിക്കേറ്റ് വരികയാണ്. അത് ചക്രവർത്തി ഈസ്റ്റിലേക്ക് തന്റെ സ്ഥലം മാറ്റിയതോടെ അവിടെ ഒരു പുതിയൊരു പാട്രിക്കേറ്റ് സ്ഥാപിക്കണമെന്ന് താല്പര്യം വരികയാണ്. അതോടെ തന്നെ ഈ അന്ത്യോക്യയിലെ മഹാഭൂരിപക്ഷം സ്ഥലങ്ങൾ അവർ കൊണ്ടുപോയി. മനസ്സിലായി. ഓൾ ഓഫ് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ അന്ന് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് പോയി. മാത്രമല്ല പിൻകാലത്ത് സെക്കൻഡ് റോം എന്നുള്ള പദവിയിലേക്ക് കോൺസ്റ്റന്റിനോപ്പിൾ വരിക ചെയ്യുന്നത്. അത് AD 800-കളിലാണ് കത്തോലിക്ക സഭ പോലും അതായത് റോമൻ ബിഷപ്പ് അത് അംഗീകരിക്കുന്നത്. അപ്പൊ അങ്ങനെ ആഫ്റ്റർ റോം എന്നുള്ള അടുത്ത പദവി പിന്നെ കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് വരുമ്പോൾ പിന്നീട് ഇന്ന് കാണുന്ന, ഫോർ എക്സാമ്പിൾ ഇന്നത്തെ നമ്മുടെ ഒറിജിനൽ അന്ത്യോക്യ സഭയുണ്ടല്ലോ, അതായത് ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ ഓഫ് പാട്രിക്കേറ്റ് ഓഫ് അന്ത്യോക്ക്, ആ സഭ ഇന്ന് അവരുടെ സഭ ഇന്ന് അലീജിയൻസ് പ്രഖ്യാപിച്ചു നിൽക്കുന്നത് കോൺസ്റ്റന്റിനോപ്പിളിലെ പാത്രിക്കേറ്റിനാണ്, എക്യുമെനിക്കൽ പാട്രിക്കേറ്റിനാണ്. അപ്പൊ എക്യുമെനിക്കൽ പാട്രിക്കേറ്റിന്റെ തുല്യസ്ഥാനീയനാണ്. പക്ഷേ ഫോർ ദം ദ ഫസ്റ്റ് അമംഗ്സ് ദ ഈക്വൽ ഈസ് ദ എക്യുമെനിക്കൽ പാട്രിക്കേറ്റ് ഓഫ് കോൺസ്റ്റന്റിനോപ്പിൾ. അപ്പൊ അതാണ് അന്നും കാണുന്നത്. അപ്പൊ ഈ പറയുന്ന പോലെ അന്ത്യോക്യയ്ക്കും അന്ന് ഓൾ ഓഫ് ഈസ്റ്റ് എന്നുള്ള ചിന്താഗതി നിൽക്കുന്നതന്നെ വെരി നെക്സ്റ്റ് എന്ന് പറയും ഇൻ 20 years ടൈം, ലെസ് ദാൻ 20 years ടൈം അതെല്ലാം അന്നേരം മാറി. അപ്പൊ ഇവർക്ക് ഒരു വൈഡർ ആയിട്ടുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ഇവർക്ക് അന്ന് എക്സസൈസ് ചെയ്യാനുള്ള കാലഘട്ടം പോലും കിട്ടിയില്ല. കാരണം നിക്കിയ കൗൺസിലിന് തൊട്ട് മുമ്പ് 5 വർഷം മുമ്പാണ് ഈ ബിഷപ്പ് ഓഫ് അന്ത്യോക്കിനെ ഇങ്ങനൊരു ഹോളി സീ പദവിയിലേക്ക് ഉയർത്തുന്നത്. ആദ്യത്തെ പാട്രിയാർക്കായിട്ട് പോലും നമ്മൾ കാണുന്നത് യുസ്താത്യോസ് ഓഫ് അന്ത്യോക്കാണ്. അതായത് നിക്കിയ കൗൺസിലിൽ പ്രധാനമായിട്ട് പങ്കെടുത്ത അതിന്റെ ഒരു പ്രധാന വ്യക്തിയായിരുന്ന ഈ ഒസ്താത്യോസ് എന്ന് പറയും, അല്ലെങ്കിൽ യുസ്താത്യോസ് എന്ന് പറയും. അതിപ്പം അന്ത്യോക്യയുടെ പാത്രികീസ് ആയിരുന്നു. അദ്ദേഹത്തെ പാത്രിയാർക്കേറ്റ് പദവിയിലേക്ക് ഉയർത്തുന്നത് തന്നെ ജസ്റ്റ് ബിഫോർ ദി നിക്കിയ കൗൺസിലാണ്. അതുപോലെ തന്നെ അലക്സാണ്ടർ ഓഫ് അലക്സാണ്ട്രിയ, അദ്ദേഹത്തെയും ആ പദവിയിലേക്ക് ഉയർത്തുന്നത്. പിന്നെ മാത്രമല്ല 6ാമത്തെ കാനോണിൽ അങ്ങനെ പ്രത്യേകമായ ഈ അലക്സാണ്ട്രിയയിലെ കാര്യം പറയാൻ കാരണം അവിടെ അന്നൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് അലക്സാണ്ട്രിയയിലെ ബിഷപ്പിന്റെ ജൂറിസ്ഡിക്ഷനെ പറ്റി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അവരുടെ കാര്യം മാത്രം സ്പെസിഫിക്കലി ഈ കാനോണിൽ മെൻഷൻ ചെയ്യാനുള്ള കാരണം. ബാക്കിയുള്ളതിനെ പറ്റി ഡിസ്ക്രിപ്ഷൻസിൽ പറയുന്നുണ്ടെങ്കിലും കാനോണിൽ പ്രത്യേകമായിട്ട് മെൻഷൻ ചെയ്യാനുള്ള കാരണം ഈ പറയുന്ന വിഷയം അന്ന് ആ സഭയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നത് കൊണ്ടാണ്. അപ്പൊ നമ്മള് ഈ ചരിത്രത്തിൽ ഈ അന്ത്യോക്യ ഓൾ ഓഫ് ഈസ്റ്റ് എന്നൊക്കെ പറയുമ്പം അത് വളരെ ചുരുക്കം കാലഘട്ടത്തിൽ പോലും അവർ എക്സസൈസ് ചെയ്തിട്ടുള്ള ജൂറിസ്ഡിക്ഷൻ പിന്നീട് കോൺസ്റ്റന്റിനോപ്പിൾ വന്നപ്പോഴത്തേക്ക് മഹാഭൂരിപക്ഷം സ്ഥലങ്ങൾ അവർ കൊണ്ടുപോയി. പിന്നെ മാത്രമല്ല സെക്കൻഡ് ആഫ്റ്റർ റോം എന്നുള്ള പിന്നീടുള്ള റോമിന് ശേഷമുള്ള 2ാമത്തെ പുതിയ റോം എന്നുള്ള നിലയിൽ അവരറിയപ്പെട്ടതുകൊണ്ട് തന്നെ സെക്കൻഡ് പൊസിഷൻ ആർക്ക് കോൺസ്റ്റന്റിനോപ്പിളിലേക്ക് പോവുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം ഈ സഭയിൽ തന്നെ മേലധ്യക്ഷന്മാരുടെ തന്നെ ഫസ്റ്റ് അമംഗ്സ് ഈക്വൽ എന്നുള്ള നിലയിൽ പോപ്പ് നമ്പർ 1, ആ പോപ്പിന്റെ പ്രൈമസിയെ പറ്റി നമ്മൾ കണ്ടു. അദ്ദേഹത്തിന്റെ ഒരു റെസ്ട്രിക്റ്റഡ് ജൂറിസ്ഡിക്ഷൻ ഉള്ളതായിട്ട് ഒരു കാനോനിലും ഒരു കൗൺസിലിലും എങ്ങും പറയുന്നില്ല. ഒരു വാക്ക് പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് പോപ്പ് എല്ലാ യൂണിവേഴ്സൽ സഭയുടെ, അപ്പൊ യൂണിവേഴ്സൽ സഭ എന്ന് പറയുന്ന ഒരേ ഒരു സഭയെ ലോകത്തിലുള്ളൂ. ഇന്ന് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നത് റീസെന്റ് വളരെ 1990s ശേഷം 2000-ന് ശേഷമാണെന്ന് തോന്നുന്നു ഇവരുടെ പേര് മാറ്റി, യാക്കോബായ സഭയുടെ പേര് മാറ്റി, എന്നിട്ട് യൂണിവേഴ്സൽ ചർച്ച് എന്നൊക്കെ പറഞ്ഞ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നുന്നു. ഇവർക്ക് എവിടെയാണ് യൂണിവേഴ്സൽ ഉള്ളത്? ഏത് സഭയ്ക്ക് ഇവിടെ കേരളത്തിലുള്ള സഭ തന്നെ അടി വെച്ച് 2 കഷ്ണമായിട്ട് ഇരിക്കുക. അപ്പൊ യൂണിവേഴ്സൽ എന്നൊക്കെ വെറുതെ അടിച്ച് മറ്റേ അവർ പേരിലടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഭയങ്കര കോമഡിയാണ്. അപ്പൊ നമ്മള് ഈ പറഞ്ഞു വന്ന ചരിത്രത്തിൽ, അതായത് ഈ കർത്താവിന്റെ കാലഘട്ടത്തിൽ അവരാരും യാക്കോബക്കാരായിരുന്നില്ല. അപ്പോസ്തലന്മാരും യാക്കോബക്കാരായിരുന്നില്ല. അപ്പോസ്തോലിക് ഫാദേഴ്സും യാക്കോബക്കാരായിരുന്നില്ല. പിന്നെയുള്ള ചർച്ച് ഹിസ്റ്ററി കാണുന്ന 500 വരെയുള്ള കാലഘട്ടം വരെ നമ്മൾ പോയിട്ടില്ല. നമ്മൾ നിക്കിയ കൗൺസിലിന്റെ കാര്യം പറഞ്ഞു, കോൺസ്റ്റന്റിനോപ്പിൾ കൗൺസിലിന്റെ കാര്യം പറഞ്ഞു, എഫെസോസ് കൗൺസിലിന്റെ കാര്യം പറഞ്ഞു. ഇവിടെ ആരും ഈ പറയുന്ന യാക്കോബായക്കാരില്ല. യാക്കോബക്കാർ ഇവിടെ ആരും ഇല്ല. പിന്നെ അന്ത്യോക്യ സഭയുണ്ട്. ആ അന്ത്യോക്യ സഭ ഒറിജിനൽ സഭ എന്താണെന്നുള്ളത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുണ്ട്.
ആ അന്ത്യോക്യ റോമിനെ അംഗീകരിക്കുന്ന അന്ത്യോക്യാണ്, അല്ല റോമിനെതിരെ പറഞ്ഞു നടക്കുന്ന അന്ത്യോക്യല്ല. കാരണം ആ അന്ത്യോക്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ 2 ബിഷപ്പ്മാരിൽ എടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയാണ് ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്ക്. അദ്ദേഹം റോമാ സഭയെ പറ്റി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന്റെ എപ്പിസ്റ്റൽ ടു റോം മാത്രം എടുത്ത് വായിച്ചാൽ മതി. ഇവന്മാര് പറയുന്ന പോലെ പോകൃതരം പറഞ്ഞ് നടക്കുന്ന ഒരു കൂട്ടം ഈ യാക്കോബക്കാരെ പോലെ ലോകത്തിൽ ആരുമില്ല. അവന്മാരാണ് ഈ വൃത്തിയോട് പറഞ്ഞു നടക്കുന്നത്. റോമാ സഭയെ മുക്തകണ്ഠം പ്രശംസിക്കുന്ന ഒരു ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ കാണുന്നത്. മാത്രമല്ല കമാൻഡ് ചെയ്യാൻ ധൈര്യപ്പെടാത്ത ഒരു ഇഗ്നേഷ്യസ് ഓഫ് അന്ത്യോക്കിനെ കാണുന്നത്. അതേസമയം ക്ലെമന്റ് ഓഫ് റോമിന്റെ അധികാരം അദ്ദേഹം എങ്ങനെയാണ് എക്സേർട്ട് ചെയ്യുന്നത്, കൊരിന്തിൽ സഭയിലേക്ക്, റോമിൽ നിന്ന് കൊരിന്തിൽ അദ്ദേഹം എങ്ങനെ പവർ എക്സേർട്ട് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ മുമ്പേ പറഞ്ഞു. അപ്പം ഈ പറയുന്ന കൗൺസിൽ ഓഫ് എഫെസസിലായാലും അതിനുശേഷമായാലും പിന്നെ കാൽസിഡോൺ കൗൺസിലിലെ കാര്യം പ്രത്യേകം പറയണ്ടായല്ലോ. അന്നാണ് ആദ്യത്തെ സ്കിസം ഉണ്ടായി പോകുന്നത്. അപ്പൊ അങ്ങനെ കൗൺസിൽ ഓഫ് കാൽസിഡോണിൽ സ്കിസം ഉണ്ടായി പോയ സമയത്തും ഈ പറഞ്ഞ യാക്കോബക്കാരില്ല. പിന്നെ അവരുടെ ഒരു ഐഡിയ, അതായത് ഈ നോൺ കാൽസിഡോൺ ഐഡിയയിലാണ് അവർ മാറിപ്പോകുന്നത്. അതുകൊണ്ട് അവരെ അന്ന് മോണോഫിസൈറ്റ്സ് എന്ന് അറിയപ്പെട്ടു എന്നുള്ളത്. പിൽക്കാലത്താണ് പിന്നെ അവർ മിയാഫിസൈറ്റ് എന്നുള്ള പേരിലേക്ക് അവർ തന്നെ, ഞാൻ എന്നെ തന്നെ യോമൽകുമാർ എന്ന് വിളിക്കുന്ന പറഞ്ഞ പോലെ മിയാഫിസൈറ്റ് എന്നുള്ള പേരിലേക്ക് അവർ വരുന്നത്. ഇഞ്ചി ബ്രദറെ, ഇപ്പൊ നമ്മള് ഈ പറയുന്ന ഓറിയന്റൽ എക്സാമ്പിൾ സിറിയക് ഓർത്തഡോക്സ് ചർച്ച്, അർമേനിയൻ സഭ, കോപ്റ്റിക് സഭയായിട്ടുള്ള കുറെ ക്രിസ്റ്റോളജിക്കൽ ഡിക്ലറേഷൻസ് ഉണ്ടല്ലോ. ഹലോ, ഈ ഡിക്ലറേഷൻസിൽ ആക്ച്വലി പറയുകയാണെങ്കിൽ നമ്മൾ കാൽസിഡോണിലും എഫെസസിലും കാൽസിഡോണിലും റീട്രേറ്റ് ചെയ്തിട്ടുള്ള ക്രൈസ്റ്റ് ഹീസ് ഇൻ ഡിവിനിറ്റി ആൻഡ് ഇൻ ഹ്യൂമാനിറ്റി, അതായത് ഡിവിനിറ്റി എന്ന് പറയുമ്പോൾ ഡിവൈൻ നേച്ചർ ആൻഡ് ഇൻ ഹ്യൂമാനിറ്റി ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന, അതായത് 2 നേച്ചറിന്റെ 2 പേര് പറഞ്ഞില്ലെങ്കിലും ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ, ക്രൈസ്റ്റ് ഈസ് ഇൻ ഹ്യൂമൻ നേച്ചർ ആൻഡ് ഡിവൈൻ നേച്ചർ ആൻഡ് വിത്ത് റെസ്പെക്റ്റീവ് പ്രോപ്പർട്ടീസ് അപ്ലൈഡ് ടു ദി ഡിവൈൻ നേച്ചർ ആൻഡ് ഹ്യൂമൻ നേച്ചർ എന്ന് ശരിക്കും പറഞ്ഞാൽ ഇവര് നമ്മളോടല്ലേ, നമ്മൾ റീട്രേറ്റ് ചെയ്ത് നമ്മൾ കാലങ്ങളായിട്ട് എത്രയോ 1500 വർഷമായി